ഗുഡ് ഈവനിങ്. ഇത് പറ്റി ആരെങ്കിലും മറന്നുപോയോ ക്ലാസിന്റെ കാര്യം? ഗുഡ് ഈവനിങ് മിസ്. ആരും മറന്നുപോയിട്ടൊന്നുണ്ടാവില്ല, കേറുന്നേ ഉണ്ടാവുള്ളൂ. അതാണ് കുറച്ച് 2-3 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ലല്ലോ? ഇല്ല ഇല്ല മിസ്. എന്താണ് വിശേഷം മിസ്സേ? സുഖം. കൊറേ ദിവസമായി ആ ഒരു ടച്ച് വിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. മെസ്സേജ് ആ ഒരു സമയമാകുമ്പോൾ മിസ് ചെയ്യുന്നത് എല്ലാ ബാച്ചിലുള്ളവരും പറയൂട്ടോ. ക്ലാസ് അങ്ങ് കഴിഞ്ഞ് ആ ഒരു മണിക്കൂർ ക്ലാസ്സിൽ കയറുന്നവർ പ്രത്യേകിച്ച് ആ ഒരു മണിക്കൂർ ഇപ്പോഴും ഭയങ്കര ഒരു മിസ്സിംഗ് ആണ്. അതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ അതൊരു സമാധാനമായിരുന്നു. ഇപ്പൊ കുറച്ച് ക്ലാസ് എന്തായാലും റിവിഷൻ ക്ലാസ് പറയുമ്പോൾ നമുക്ക് എന്തായാലും കണ്ടിന്യൂസ് കിട്ടില്ലല്ലോ, കുറച്ച് ക്ലാസ്സല്ലേ കിട്ടുള്ളൂ. എന്തായാലും കുഴപ്പമില്ല. ക്ലാസ്സിൽ കേറുമ്പോ സ്കൂള് പിന്നെയും നമ്മൾ തുറന്നിട്ട് സ്കൂളിലേക്ക് പോകുമ്പോ അത് ശരിയാ. റീ ഓപ്പൺ ചെയ്തിട്ട് ഫ്രണ്ട്സിനെയൊക്കെ നമ്മളെ കാണുമ്പോ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതുപോലെ ഉണ്ട് മിസ് ഇപ്പൊ. ഹായ് മാം. ഹായ് അങ്കിത. എന്തായി നിങ്ങളുടെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ? ഓ നടക്കുന്നുണ്ട് മാം. മാം ഓക്കെ ആയോ? കുഴപ്പമില്ല. ഞാൻ നാളെ തുടങ്ങി ഒരു 1 വീക്ക് ഇല്ല, ലീവാണ്. ഞാൻ നാളെ ബാംഗ്ലൂർ പോവാണ്. അതാണ് നിങ്ങൾക്ക് നേരത്തെ ഞാൻ റിവിഷൻ വെക്കുന്നത്. എന്താ മാം മോളോ ഈലക്ക? അതെ അതെ, അവളുടെ മെഡിക്കൽ എക്സാമിനേഷനും സ്ലോട്ട് കിട്ടിയത് ബാംഗ്ലൂരാണ്. അപ്പൊ ബാംഗ്ലൂരും ആസാമും ആയിരുന്നു അവൈലബിൾ സ്ലോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ബാംഗ്ലൂരല്ലേ കുറച്ചുകൂടെ നമുക്ക് എന്താ പറയാ, നമുക്ക് ആക്സസ്. അത് മാത്രല്ല, നമുക്ക് അറിയാവുന്ന ഒരു സൗത്ത് സൈഡ് നമ്മൾ പോയിട്ടുള്ള സ്ഥലം അതായതുകൊണ്ട് അതങ്ങ് ഓപ്റ്റ് ചെയ്തു. ഞാൻ തിരിച്ച് സൺഡേ വരുള്ളൂ. അവള് മെഡിക്കൽ ഫീൽഡ് എടുത്തതാ മാം? മെഡിക്കൽ ഫീൽഡ് അല്ല, അവള് ചെയ്യുന്ന കോഴ്സിന്റെ ഭാഗമായിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. അവള് ഏവിയേഷനാ ചെയ്യുന്നത്. ഓക്കെ മാം. ആക്ച്വലി ഞാൻ സ്റ്റേറ്റസ് കണ്ടിട്ടുണ്ടായിരുന്നു ഏവിയേഷന്റെ. ഓക്കെ ഓക്കെ മാം. പിന്നെ അവര് കിട്ടിയോ മാം രണ്ടാളെയും കിട്ടിയൊന്നുമില്ല. ബട്ട് ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, കിട്ടി. പൈസ മുഴുവൻ അവരെടുത്തു. പക്ഷെ ബാക്കി സാധനങ്ങളൊന്നും അവരൊന്നും ചെയ്തില്ല, നശിപ്പിച്ചു പോലും ചെയ്തില്ല. അതിലെനിക്ക് 8 ബാച്ചിലെ ഒരു കുട്ടി ഒരു ചെറിയൊരു പേപ്പറിൽ ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് എഴുതി തന്നിരുന്നു കോൺവെക്കേഷൻ വന്നപ്പോ. അത് ഞാൻ പൊന്നുപോലെ പേഴ്സിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ആണല്ലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ചോദിച്ചത് അത് അതിനകത്ത് ഉണ്ടോന്നായിരുന്നു. അതുണ്ടായിരുന്നു. പിന്നെന്താന്ന് വെച്ചാല് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിരുന്നല്ലോ. കാരണം എന്റെ ഒരു പ്രതീക്ഷ നിങ്ങളെ പോലുള്ളവരൊക്കെ പല പല ഭാഗങ്ങളിലുണ്ട്, ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചപ്പോ എന്നെ 3rd ബാച്ചിലെ ഒരു കുട്ടി എന്നെ കോണ്ടാക്ട് ചെയ്തു. എറണാകുളത്ത് തന്നെയുള്ളതാണ്. അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞു, ഈ സ്ത്രീ അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അവരുടെ വീട്ടിൽ മീൻസ് അവരുടെ ഏരിയയിൽ വന്നിട്ടുണ്ടായിരുന്നു റീസെന്റ്. സാരി ഉടുത്താ വന്നേന്ന്. മോൾക്ക് കല്യാണാണ്. അപ്പോ ക്യാഷ് ഒന്നുമില്ല, സഹായിക്കണം, 100 രൂപ തരണം എന്നും പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത വീടുകളിലൊക്കെ പോയി. ഇവരൊന്നും കൊടുത്തില്ല, കാരണം അതിന്റെ മോള് മാത്രമേ അവിടെ ഉണ്ടായിരുന്നു, അവിടെ ആരും ഇല്ല എന്നും പറഞ്ഞു വിട്ടു. അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി. ഇപ്പൊ ഏകദേശം അങ്ങനെ തന്നെ ഉണ്ട് മാം. ഈടെ നമ്മളെ വീട്ടിനടുക്കെന്നല്ല, ബട്ട് അമ്പലത്തില് ഒരു വയസ്സായ അമ്മച്ചിനെ ഇങ്ങനെ 2 ആള്, ഒരു മോളും ഒരു അമ്മച്ചിനെ മാതിരി ഇങ്ങനെ സംസാരിച്ചോണ്ട് ബാക്കിന്ന് ചെയിന് പൊക്കിയത്. അപ്പൊ ബാക്കില് ക്യാമറത്തിൽ നല്ല പാങ്ങ് കണ്ടിട്ടുണ്ട്. ബട്ട് മാംഗ്ലൂരിനവരല്ല, കർണാടകത്തിൽ ഏതോ ആളെന്ന്. അവരെടുത്തും പോവാന് നോക്കുമ്പോ ആൾക്കാർ എല്ലാ വീഡിയോ സ്പ്രെഡ് ആയതുകൊണ്ട് ആൾക്കാർക്ക് കിട്ടി വീണു. അപ്പൊ അവര് പറയുന്നത് ഞമ്മ എടുത്തത്. ബട്ട് ചെയിൻ കിട്ടിയില്ല അറിയാല. ബട്ട് വയസ്സായ അമ്മച്ചിനാ ടാർഗറ്റ് ചെയ്തത്. ഇപ്പൊ നോർമൽ ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട് എല്ലായിടും. ഇതവർക്ക് കോമൺ ആയിട്ടുണ്ട്. എനിവേ കംപ്ലൈന്റ് എന്തായാലും ഫയൽ ചെയ്യണം. വേറെ ഒന്നുമല്ല, നമ്മൾ ചെയ്യാതിരിക്കുമ്പം അവര് സേഫ് ആവുകയാണല്ലോ. പിന്നെയും അടുത്തത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. കുട്ടിയും കൂടെ ട്രെയിൻ ചെയ്യിക്കുവാണല്ലോ. അവരെ കുട്ടിയിലേക്കും റോങ് മെസ്സേജ് അല്ലേ പോകുന്നത്. പെട്ടെന്നാരും അങ്ങനെയൊന്നും ചെയ്യില്ല, റിയാക്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് വീണ്ടും അതുപോലെയുള്ള പീപ്പിൾസ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഒരു വേർഷൻ പറഞ്ഞു പോലീസുകാര്. വേറൊരു പോലീസ് പരിചയമുള്ളവര് പറഞ്ഞതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് കംപ്ലൈന്റ് കൊടുത്ത് പോലീസ് കഷ്ടപ്പെട്ട് പിടിച്ചോണ്ട് വരുന്നു. പോലീസുകാര് തന്നെ പറയും മാപ്പ് പറയിപ്പിക്കാം, ക്യാഷും വാങ്ങിച്ചു തരാം, അവരെ എന്നിട്ട് പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ പോലീസ് തന്നെ പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇവർക്ക് 2-3 മാസമാണ് ശിക്ഷ കിട്ടുന്നത് ജയിലില്.
ശിക്ഷ കിട്ടുമ്പോഴെന്താണ് ഇവര് സർക്കാർ ചെലവില് നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ആരോഗ്യത്തോടു കൂടി പുറത്തിറങ്ങുമല്ലേ. അപ്പൊ അവരെ സംബന്ധിച്ചൊരു എന്താ വല്ല റിസോർട്ടിൽ വന്ന് വെക്കേഷൻ ആഘോഷിച്ച പോലെയല്ലേ ജയിലിൽ നിന്ന് അവര് പോകുന്നേ. അങ്ങനെ നോക്കുമ്പോ അതും വേണ്ടാന്ന് പോലീസിന് തോന്നുള്ളൂ എന്നൊക്കെ പറയുമായിരുന്നു. അവർക്ക് ഒന്നും കൂടെ ഒരു പ്രാക്ടീസ് ആവും അവിടെ നിന്ന് എല്ലാം ഒന്ന് ഹെൽത്ത് ഒക്കെ ഓക്കെ ആയി. അതെ അതെ. വീണ്ടും നമ്മുടെ ഇവിടെയും ഞങ്ങളുടെ ഈ ഏരിയയിലും അങ്ങനെ ഇങ്ങനെ ഈ ഭിക്ഷ യാചിക്കാനായിട്ട് വരുന്നവര് റെസിഡൻസ് ഉള്ളപ്പം അവരിങ്ങനെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ വരരുതെന്ന്. പിന്നെ എന്തെങ്കിലും ഫുഡ് വേണമെങ്കിൽ കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ പൈസയായിട്ടൊന്നും കൊടുക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സ് വാങ്ങിക്കാൻ കുറെ ആൾക്കാർ വരും. അത് ശരിക്കും ചിലര് ജെന്യൂൻ ആയിട്ടുള്ളവരുണ്ടാവും, പക്ഷെ നമുക്കറിയാൻ പറ്റില്ല. ഇവരത് കൊണ്ടുപോയിട്ട് വാഷ് ചെയ്ത് പൈസക്ക് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്, നമ്മുടെ അടുത്തുനിന്ന് പഴയ ഡ്രസ്സ് വാങ്ങിച്ചിട്ട്. അപ്പൊ നമ്മൾക്ക് ഈ മെന്റൽ മെക്കാനിസം, നമ്മുടെ ഡിഫൻസ് മെക്കാനിസം ഉണ്ടല്ലോ, നമ്മൾക്കൊരു ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ ഡേ ഡ്രീം ചെയ്യുവാണ്. അവര് ഓരോരോ ഏരിയ ടാർഗറ്റ് ചെയ്തായിരിക്കുമല്ലോ പരിപാടി ചെയ്യുന്നത്. അവരെ ഞാൻ താമസിക്കുന്ന ഏരിയയിൽ വരുന്നു ഇതുപോലെ സഹായം ചോദിച്ചിട്ട്. അപ്പൊ എനിക്ക് ഇവരെ അറിയാലോ, CCTV കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, ആ സമയത്ത് ഞാൻ പോലീസിനെ വിളിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇരുന്ന് പകലിരുന്ന് അങ്ങനെ അതൊരു ഡിഫൻസ് മെക്കാനിസം ആണല്ലോ, നമ്മളെ ഒന്ന് സമാധാനപ്പെടുത്തുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം. ഓക്കെ ഫൈൻ. ഓൾമോസ്റ്റ് കുറച്ച് പേര് ജോയിൻ ആയില്ലേ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, പ്രേയർ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറയാം. ജ്ഞാനറിവീല ഭവാന്റെ മോഹന ഗാനാലാപന ശൈലി നിവൃതം ഞാനത് കേൾപ്പൂ സതതം നിതാന്ത വിസ്മയശാലി ഉദയഗാന പ്രകാശ കലയാൽ ഉജ്ജ്വല ശോഭം ഭുവനം അലതല്ലിടുകയാണതി ഗഗനം വായുവിലീശ്വര ചലനം അലിക്കുന്നു സിരകളെ ഈശ്വര ഗംഗാസരഭസഗമനം പാടണമെന്നുണ്ടീരാഗത്തിൽ പാടാൻ സ്വരമില്ലല്ലോ പറയണമെന്നുണ്ടെന്നാലതിനൊരു പദം വരുന്നീലല്ലോ ഞാനറിവീല ഭവാന്റെ മോഹന ഗാനാലാപന ശൈലി. ഇതുവരെയും കേൾക്കാത്തൊരു പ്രിയർ ഗീതാഞ്ജലിയാണ് ടാഗോറിന്റെ. എനിക്ക് മനസ്സിലായി. ഗീതാഞ്ജലിയുടെ ട്രാൻസ്ലേഷൻ ആര് ട്രാൻസ്ലേറ്റ് ചെയ്തതാ? തോമസ് എബ്രഹാം സാറാണോ? അതെനിക്ക് ഓർമ്മയില്ല, പണ്ട് 10th പഠിച്ചതാണ് അതിന്റെ, അത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഓക്കെ, എനിക്കറിയാവുന്നൊരു മെന്റർ ഉണ്ട്, തോമസ് എബ്രഹാം സാർ. അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഗീതാഞ്ജലി, അതുകൊണ്ട് ഞാൻ ചോദിച്ചേ ഉള്ളൂ. ഓക്കെ, സോ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്ടോ? നിങ്ങളുടെ ഇനിയിപ്പോ PGയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും വൈവയൊക്കെ അറ്റൻഡ് ചെയ്തല്ലോ അല്ലെ? വൈവയ്ക്ക് ആരെങ്കിലും ഉണ്ടോ? പിന്നെ എക്സാം വരുന്നുണ്ട്. നിങ്ങളുടെ ബാച്ചിൽ എക്സാംസ് എഴുതാത്തവർക്ക് വേണ്ടിയിട്ട് 19th ഓൺവേർഡ്സ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഫസ്റ്റ് ബാച്ച് തുടങ്ങി ആരെങ്കിലൊക്കെ എഴുതാൻ പറ്റാത്തവർ തുടങ്ങി നിങ്ങളുടെ ബാച്ച് വരെ 11 ബാച്ച് വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. 19th തുടങ്ങി നമുക്ക് ദിവസവും എക്സാം ഇല്ല, അതുപോലെ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇൻഫോം ചെയ്തോളൂ. വന്നിട്ടുണ്ടാവും നിങ്ങളുടെ ഗ്രൂപ്പിൽ അതിന്റെ മെസ്സേജ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബാച്ചിന്റെ ഒപ്പം തന്നെ റിസൾട്ടുമായിട്ട് പോകാം. അല്ലെങ്കിൽ നമുക്ക് ഫെബ്രുവരി മിഡ് തുടങ്ങി മാർച്ച് 20ാം തീയതി പെരുന്നാൾ വരെയും ആ ഒരു പുണ്യ സമയമായത് കാരണം ഒരു ഫംഗ്ഷനും നമ്മൾ നടത്തുന്നില്ല. ലൈക്ക് പ്രാക്ടിക്കൽ സെഷനും ഇല്ല, കോൺവെക്കേഷനും ഇല്ല. അതിനു മുമ്പ്
നോമ്പിന് മുമ്പ് നിങ്ങളുടെ കോൺവെക്കേഷൻ ചെയ്യുക. ശരിക്കും 10ഉം 11ഉം കൂടെ ഒരുമിച്ച് വന്നത് ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ കോൺവെക്കേഷൻ ഒരു ബാച്ചിന്റെ ഡിലേ ആയി പോയേനെ. നോമ്പിന്റെ സമയം വരുമ്പോ അത് കഴിയാതെ നമുക്ക് വെക്കാനും പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഡിലേ ആവുന്നില്ല. അപ്പൊ കമ്പൈൻഡ് ആയിട്ട് വന്നത് ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. ഓക്കെ, ഞാൻ ഇതിനകത്ത് മോഡ്യൂൾ 4 ആണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയുന്നത്. നിങ്ങൾക്ക് മോഡ്യൂൾ 5 കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനെ ആരോടെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഈ വരുന്ന ദിവസങ്ങളിൽ ടീച്ചർമാർ ആരെങ്കിലും എടുത്തു വരും. പക്ഷെ പകലായിരിക്കും റിവിഷൻ എന്ന് മാത്രമേ ഉള്ളൂ. ആ പാർട്ട്ണർഷിപ്പ് ജസ്റ്റ് ഞാനൊന്ന് അതിന് എന്താ അത് ഉദ്ദേശിക്കുന്നതെന്ന് മാത്രം പറയാം. ബാക്കി മോഡ്യൂൾ 4ലെ ലെസൺസ് ഞാനൊന്ന് പറഞ്ഞു പോകാമെന്നാണ് വിചാരിക്കുന്നത്, എക്സാം പോയിന്റ് ഓഫ് വ്യൂല് കേട്ടോ. പിന്നെ PG എക്സാമിനെ കുറിച്ച് നോ ടെൻഷൻ. കാരണം PG എക്സാം വളരെ നന്നായിട്ടാണ് എല്ലാ ബാച്ചിലും കുട്ടികൾ എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും തന്നെ 90 എബോവ് മാർക്ക് കിട്ടാറുണ്ട്, 90% എബോവ് മാർക്ക് കിട്ടാറുണ്ട്. കാരണം ക്വസ്റ്റ്യൻ കണ്ടാലും ആൻസർ ഓപ്ഷൻ കണ്ടാലും തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് കണക്ട് ആയിക്കോളും, മുഴുവൻ വായിച്ചിട്ടില്ലെങ്കിൽ പോലും. മോക്ക് ടെസ്റ്റ് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ബാച്ചിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഒട്ടും സമയമില്ലാത്തവര് അത് രണ്ടും എന്തായാലും നോക്കുക. അതിനുശേഷം സമയം ഉണ്ടെങ്കിൽ മാത്രം ടെക്സ്റ്റിലെ മെയിൻ പോയിന്റ്സ് ക്ലാസ് ഒക്കെ എടുത്തു പോയപ്പോൾ കുറെയൊക്കെ ഡ്രൈ ടോപ്പിക്സ് ആയിരുന്നു, പോർഷൻസ് ആയിരുന്നു. കുറെയൊക്കെ നിങ്ങൾ അതിന് മാർക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം, വൈവ അറ്റൻഡ് ചെയ്തവരിൽ ജസ്റ്റ് വന്നവർ മാത്രമല്ല, ക്ലാസ്സിൽ കയറാത്ത PGയിലുള്ള കുട്ടികളോടും കൂടെ ഒന്ന് പറയുക, അറ്റൻഡ് ചെയ്തവരില് സെമിനാർ അറ്റൻഡ് ചെയ്തവരൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. സെമിനാറിന്റെ മാർക്ക് ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് 2 or 3 പേരുടെ ഒന്നും നമുക്ക് സെമിനാറിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. ജസ്റ്റ് അവരോടൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറയണേ. എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാനത് ആരൊക്കെയാന്ന് വേണമെങ്കിൽ പേര് ചെയ്യാത്തവരാണോ മിസ്സേ? അത് ചെയ്തവരാണ്. പേരൊന്ന് തരുമോ മാഡം? ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നല്ലോ. സാബിറ പറഞ്ഞു. അപ്പൊ ഇനി എന്റെ പേരുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ തരാട്ടോ. കാരണം ഞാൻ എന്റെ ലിസ്റ്റ് ഒന്ന് എടുക്കട്ടെ. ഷീറ്റിൽ മറ്റുള്ള ടീച്ചർമാര് എൻട്രി ചെയ്ത മാർക്കിൽ ആ മാർക്ക് ബ്ലാങ്ക് ആണെങ്കിൽ അതും കൂടെ ഞാനൊന്ന് എടുത്തിട്ട് പേര് തരാം. 10ന്റെയും 11ന്റെയും. സാബിറ 10 ആണോ? ഞാൻ 11. അപ്പൊ 11ന്റെ സാബിറ ഏൽപ്പിക്കാൻ, 10 ഞാൻ ആരെ ഏൽപ്പിക്കണം? സുജിത ഏൽപ്പിച്ചാൽ മതിയോ? പിന്നെ എന്തുറ്റി കേൾക്കാത്ത? കേൾക്കുന്നില്ല. അല്ല, സബീനയ്ക്ക് കേൾക്കുന്നില്ല. അവര് റിപ്ലൈ പറഞ്ഞു ഓക്കെ എന്ന്. സബീന ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചു. അത് സാബിറയാ. സബീന ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചു, സബീനയ്ക്കൊന്നും കേൾക്കുന്നില്ല എന്ന്. ഒന്നുകൂടെ ഒന്ന് ജോയിൻ ആവാമോ? സൗണ്ട് വെരി ലോ. എന്റെ സൗണ്ട് ലോ ആയിട്ടാണോ കേൾക്കുന്നത്? സബീന വല്ല ഹെഡ്ഫോണോ ഇയർഫോൺ എന്തെങ്കിലും കുത്തി വെച്ചിട്ടുണ്ടോ? ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണേ. മാം ഇപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞെന്ന് ഒന്ന് പറയാമോ മാം? ഒന്നുമില്ല അങ്കിത, നമ്മള് PGക്കാർക്ക് വൈവയുടെ മാർക്ക് ഇടുന്നതിൽ സെമിനാർ എന്നൊരു കോളം ഉണ്ടല്ലോ. അപ്പോ ചിലര് ക്ലാസ്സിൽ സെമിനാർ എടുത്തിട്ടുണ്ട്, ചിലര് വൈവ സമയത്ത് സെമിനാർ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും, ചിലർക്ക് അറിയില്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ അവരോട് ഒരു 2 minutes വോയിസ് നോട്ട് പ്രിപ്പയർ ചെയ്ത് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ സേവ് ചെയ്യാത്ത വല്ല നമ്പറിൽ നിന്നാണ് അയച്ചെങ്കിൽ പെട്ടെന്ന് അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ടാവും, ഞാൻ പിന്നെ അത് ഓർത്തിട്ടുണ്ടാവില്ല. അപ്പൊ എനിക്ക് അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഹായ് അയക്കാൻ പറഞ്ഞാൽ മതി. അപ്പൊ ഒന്നുകൂടെ എനിക്കത് കിട്ടും. പിന്നെ ഞാൻ മാർക്ക് എൻട്രി ചെയ്യാത്ത ലിസ്റ്റ് 11ലെ സാബിറെ ഏൽപ്പിക്കാം, 10ലെ സുജിത ഏൽപ്പിക്കാം കേട്ടോ. അപ്പൊ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതിയല്ലോ. എനിക്ക് 2, 3, 4 അത്ര പേരേ ഉള്ളൂ, വേറെ ആരുമില്ല. ഓക്കെ, സോ ഞാൻ യൂണിറ്റ് 1ലേക്ക് കിടക്കുകയാണ്. യൂണിറ്റ് 1ല് മെയിൻ ആയിട്ട് നിങ്ങൾ ഹെൻറി ഫെയറിന്റെ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ആയിരുന്നു അല്ലെ കൂടുതലും കണ്ടിരുന്നത്. പിന്നെ മാനേജ്മെന്റിന്റെ പല പല ഫേസറ്റ്സ് കണ്ടു. മാനേജ്മെന്റ് ആർട്ടാണ്, മാനേജ്മെന്റ് സയൻസ് ആണ്, മാനേജ്മെന്റ് ഓർഗനൈസേഷൻ ആണ്, ഒരു പേഴ്സൺ ആണ്, ഡിസിപ്ലിൻ ആണ്, അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടു. പിന്നെ ബേസിക് ഫങ്ഷൻസ് നമുക്കറിയാം മാനേജ്മെന്റിന്റെ: പ്ലാനിങ്, ഓർഗനൈസിങ്, കോർഡിനേറ്റിംഗ്, കമാൻഡിങ്. ഞാൻ ടെക്സ്റ്റ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല. സബീന ഇപ്പൊ ഓക്കെ ആയോ? ഓഡിയോ കേൾക്കുന്നുണ്ടോ? ഈ ഓരോന്നും ആ ഫംഗ്ഷന്റെ ഓരോന്നും എന്താണ് ആ ഒറ്റ സെന്റൻസിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, അതൊന്ന് ഓർത്തിരുന്നത് നന്നായിരിക്കും. പിന്നെ
എന്താണ് കമാൻഡിങ്, എന്താണ് കൺട്രോളിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്റർപേഴ്സണൽ ബേസിക് റോൾസ് ഉണ്ട്. ഇന്റർപേഴ്സണൽ, ഇൻഫോർമേഷണൽ, ഡിസിഷണൽ. ആ ഒരു രീതിയിൽ ഡിസിഷണൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇൻഫർമേഷണൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഇൻഫർമേഷൻ അത് ഹാൻഡിൽ ചെയ്യുന്നു, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നു, അതിനെ അനലൈസ് ചെയ്യുന്നു, അതിനെപ്പറ്റി പഠിക്കുന്നു. അതാണ് ഇൻഫർമേഷണൽ എന്ന് പറയുന്നത്. ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എംപ്ലോയീസുമായിട്ടുള്ള കണക്ഷൻ, കോർഡിനേഷനും ഇന്ററാക്ഷനും, മറ്റുള്ള എംപ്ലോയീസുമായിട്ടുള്ള കോർഡിനേഷനും ഇന്ററാക്ഷനും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു രീതിയിൽ ഇത് മനസ്സിലാക്കി ഒന്ന് പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും. മാം ഒരു സെക്കൻഡ് ഒരു കാര്യം ചോദിച്ചോട്ടെ. ചോദിക്കൂ. മാം ഞാൻ സെമിനാർ ചെയ്തില്ലായിരുന്നു. ഞാൻ ഇപ്പോഴാ ഈ ഒരു മാസം 3 ആഴ്ച പോലും ആയില്ല PG ജോയിൻ ചെയ്തിട്ട്. നേരത്തെ ജോയിൻ ചെയ്തായിരുന്നു. അപ്പം പിന്നെ അത് ഞാനന്ന് പറഞ്ഞില്ലായിരുന്നോ ചെറിയ ഇഷ്യൂ. അത് കഴിഞ്ഞ് ഇപ്പം എക്സാം ഇപ്പം നമ്മുടെ ഡിപ്ലോമ കഴിഞ്ഞപ്പോഴാണ് ഞാനിപ്പം ഫീസൊക്കെ അടച്ച് ഇത് ആയത്. അപ്പം ഞാൻ സെമിനാർ ചെയ്തിട്ടില്ല. അപ്പം അതിന്റെ കാര്യം സബിന് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ മോഡ്യൂൾ 4 മോഡ്യൂൾ 5 ഉണ്ടല്ലോ, എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷനും മറ്റ് പാർട്ട്ണർഷിപ്പ് എന്നുള്ള 2 സബ്ജക്റ്റിലെ ഏതെങ്കിലും ഒരു ടോപ്പിക്, ചുമ്മാ എന്തെങ്കിലും എടുത്ത് സെമിനാർ ആക്കല്ല, നമുക്കത് എടുത്താൽ നമ്മളുടെ ബയോഡേറ്റയിൽ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടോപ്പിക് ആണ് എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കുക, നല്ല പോലെ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഇപ്പൊ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് 2 മിനിറ്റിൽ അതിനെ ബ്രീഫ് ചെയ്തൊരു പ്രസന്റേഷൻ വോയിസ് നോട്ട് എനിക്ക് അയച്ചു തരാം വാട്സപ്പില്. 2 മിനിറ്റ് മതി, അതിൽ കൂടുതൽ വേണ്ട. ആ 2 മിനിറ്റിൽ ആ ടോപ്പിക്കിനെ കുറിച്ചൊന്ന് ബ്രീഫ് ചെയ്യണം, എന്നിട്ട് എനിക്ക് അയച്ചു തരാം. പക്ഷെ അതിന്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് കയ്യിൽ സൂക്ഷിക്കണം. കാരണം നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് വളരെ വാല്യൂ ഉള്ളതാണ്. അതിൽ സെമിനാർ എന്നും പറഞ്ഞ് 100-ൽ നിങ്ങൾക്ക് മാർക്ക് ഇട്ടിട്ടുണ്ടാകും. എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്താണ് സെമിനാർ എടുത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഈ റിപ്പോർട്ട് എടുത്ത് കാണിക്കാൻ പറ്റണം. മനസ്സിലായോ? റിപ്പോർട്ട് പതുക്കെ ആയാലും ചെയ്താൽ മതി. പക്ഷെ ഈ വോയിസ് നോട്ട് എനിക്ക് പെട്ടെന്ന് അയക്കുക. എക്സാം തീരുന്നതിനുള്ളിലോ അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് അയക്കുക. കാരണം നിങ്ങളുടെ എക്സാമിന്റെ PG എക്സാമിന്റെ റിസൾട്ട് ആവുമ്പോ തന്നെ വൈവയുടെ മാർക്കും കൊടുക്കും. കാരണം ലേറ്റ് ആകരുതല്ലോ. നമുക്കിപ്പോ ജനുവരി പകുതി ആകാറായി, ഫെബ്രുവരി പകുതി ആകുമ്പോഴേക്കും നിങ്ങളുടെ കോൺവെക്കേഷൻ ആവുമല്ലോ. ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് തന്നെ മാർക്ക് എല്ലാം ക്ലിയർ ചെയ്ത് പോകണം. അതൊന്നും ചെയ്താൽ മതി. അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് ആയിരുന്നു സബീന ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4th യൂണിറ്റിൽ അപ്പൊ സബീന ക്ലാസ്സസ് ഒന്നും ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല അല്ലെ? കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടാവുള്ളൂ. ഫസ്റ്റ് യൂണിറ്റ് റെക്കോർഡ് ക്ലാസ് കുറച്ച് ഒക്കെ കേട്ടു. പിന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ചെയ്തു. പിന്നെ ഇതിപ്പം ഞാൻ കൊമേഴ്സ് ആയതുകൊണ്ട് മിക്ക പോർഷൻസും എനിക്ക് ഓൾറെഡി ഓക്കെ ആണ്. ഞാൻ +2 കൊമേഴ്സ് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതെല്ലാം ഒരുമാതിരി പരിചയമുള്ള. പിന്നെ ഫയലിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, അതിലെ ആ 14th പോയിന്റ് ഉണ്ടല്ലോ, എസ്പ്രിറ്റ് ഡെ കോർപ്സ്, അതൊരു ഫ്രഞ്ച് വേർഡ് ആണ്. ഗ്രൂപ്പ് സ്പിരിറ്റ്, സോളിഡാരിറ്റി, ആ ഒരു മീനിങ് ആണ് അതിനുള്ളത്. നമ്മൾ ടീം സ്പിരിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു മീനിങ് ആണ്. ഞാൻ ഈ യൂണിറ്റ് എടുത്തപ്പോ ഞാൻ അതിന്റെ മീനിങ് എന്താന്നുള്ള രീതിയിൽ ഞാൻ അന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഗ്രൂപ്പ് സ്പിരിറ്റ്, സോളിഡാരിറ്റി അല്ലെങ്കിൽ ടീം വർക്ക്, ടീം സ്പിരിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ അത് ഓരോ പോയിന്റ്സ് ആയിട്ട് നോക്കുക. പിന്നെ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ അഡ്മിനിസ്ട്രേഷനിൽ എന്തെല്ലാമാണ് മെയിൻ ഫങ്ഷൻസ്, അത് നിങ്ങൾക്ക് പേജ് നമ്പർ 12 കാണാം. അഡ്മിനിസ്ട്രേഷന്റെ മെയിൻ ഫങ്ഷൻസ് എന്നുള്ളത്. ഇപ്പൊ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രസിദ്ധ മാമാണ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ മാം ആണ് നിങ്ങൾക്ക് എക്സാമിന്റെ ഡീറ്റെയിൽസ്, വൈവയുടെ ഡീറ്റെയിൽസ്, അങ്ങനെ ഓരോ പ്ലാൻസും അതിന്റെ വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻ, ഡയറക്ഷൻസ് എല്ലാം തരുന്നത് മാം ആണല്ലേ. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നു. പലപ്പോഴും നിങ്ങൾ എക്സാമിന് ചിലപ്പോൾ മാം സൂപ്പർവൈസറായിട്ട് കയറും, അല്ലെങ്കിൽ ആരെങ്കിലും വേറെ ഉണ്ടാകും. പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് എടുക്കും. അങ്ങനെ നിങ്ങളുടെ കൺവീനിയൻസ് നോക്കും. ജെനുവിൻ ആണെങ്കിൽ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാറുണ്ട്. ഓക്കെ. പിന്നെ പുതിയ രീതിയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ നടത്തണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഒരു വേർഡ് വരുന്നുണ്ട്, സൂപ്പർവിഷൻ എന്നുള്ള കാര്യം. സൂപ്പർവിഷൻ നമ്മൾ സെപ്പറേറ്റ് ഒരു ചാപ്റ്റർ ആയിട്ട് പഠിക്കുന്നുണ്ട്. സൂപ്പർവിഷൻ നമ്മൾ കിട്ടുന്ന ഡയറക്ഷനനുസരിച്ച് പ്ലാൻസിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. സൂപ്പർവിഷൻ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ വരുന്നതുകൊണ്ട് ഞാൻ അത് കൂടുതൽ അപ്പോൾ പറയാം.
പിന്നെ നമുക്ക് അച്ചീവ്മെന്റ്സ് ഇതൊക്കെ അതിലെ ആ ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് ഒരു എയിം ചെയ്ത് പോകുന്നത് അതിലേക്ക് എത്തിക്കാനായിട്ട് വർക്കേഴ്സിനെ പാകപ്പെടുത്തുന്നതും കൂടിയാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പറഞ്ഞത്. അതിനകത്ത് മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും വരുന്നുണ്ട്. മാനേജ്മെന്റിന്റെയും അഡ്മിനിസ്ട്രേഷന്റെയും ഫങ്ഷൻസ് ആണ് മെയിൻ ആയിട്ടും അതിൽ വരുന്നത്. പിന്നെ അക്കാദമിക് ഏരിയയില് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിന്റെ ആപ്ലിക്കേഷൻ, അതാണ് സെക്കൻഡ് യൂണിറ്റ്. അതിൽ നിങ്ങൾക്ക് സെക്കൻഡ് പേജിൽ 4 മെത്തേഡ് കാണാം. ഹെർബേഷ്യൻ അപ്രോച്ച്, ഇവാലുവേഷൻ അപ്രോച്ച്, മാനേജിങ്, ടീച്ചിങ്, ലേണിംഗ്. ഓരോ അനാലിസ്റ്റുകൾ ആണ് അതിന് ഓരോ മെത്തേഡിനെയും അവര് നല്ലപോലെ അനലൈസ് ചെയ്ത് അതിന്റെ ഒബ്സർവേഷൻ കൊടുത്തിട്ടുണ്ട്. ഓർഗനൈസിങ്, ടീച്ചിങ്, അങ്ങനെയൊക്കെ രീതിയിൽ. ഓർഗനൈസിങ്, ടീച്ചിങ്, അതിനകത്ത് മെമ്മറി, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിഫ്ലക്റ്റീവ് ലെവൽസ്. അപ്പോ ഇത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ പലതുമായിട്ട് നമുക്ക് ഈ മെത്തേഡ് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ എന്താ ബൈ ഹാർട്ട് ചെയ്യുന്നു, മക്കപ്പ് ചെയ്യുന്നു, അല്ലെ? കുറച്ചും കൂടെ വലുതാകുമ്പോൾ നമുക്ക് മനസ്സിലായി ഇങ്ങനെയല്ല നോളജ് അക്വയർ ചെയ്യേണ്ടത്. പിന്നെ ചില സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് തോന്നുമ്പോൾ നമ്മളത് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുന്നു, നമ്മുടെ നോളജ് ഒന്ന് വൈഡ് ആക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പല പല മെത്തേഡിലേക്ക് നമ്മളുടെ പഠന രീതി പോകും. അപ്പൊ മോണ്ടിസോറിയിൽ വന്നപ്പോഴേക്കും നമുക്കത് വേറൊരു മെത്തേഡായിരുന്നു, അല്ലെ? നമുക്ക് പലതിലേക്കുള്ള റിഫ്ലക്ഷൻസ്, നമ്മുടെ പാസ്റ്റിലെ ചില കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു, ഫ്യൂച്ചറിലേക്കുള്ള റിഫ്ലക്ഷൻ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നു. അങ്ങനെ ഓരോ മെത്തേഡ് നമ്മളുടെ പഠന രീതി അത് മാറ്റുന്നുണ്ട്. ശരിക്കും ലേൺ, അൺലേൺ, റീലേൺ, അതാണ് ശരിക്കും ലേണിങ്ങിൽ വരുന്ന 3 പ്രോസസ്സ്. നമ്മൾ പഠിക്കുന്നു, ചില കാര്യങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ കളയുന്നു, അൺലേൺ. വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും പഠിക്കുന്നു, റീലേൺ. ആ ഒരു രീതിയിലാണ് ലേണിംഗ് പ്രോസസ്സ് വരുന്നത്. അപ്പൊ അതുപോലെയാണ് ഇത്, ജസ്റ്റ് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ ഓരോ അപ്രോച്ചിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിന് മുൻപ് ആ ഒരു അതിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഈ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് അക്കാദമിക് ഏരിയയിലെ ആപ്ലിക്കേഷൻ. അതിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ സെൽഫ് ഡയറക്ഷൻ വേണം, ഇന്റഗ്രിറ്റി വേണം, പേഴ്സണൽ ഇന്റഗ്രിറ്റി വേണം. കാരണം ഈ എംപ്ലോയീസിന്റെ കാര്യമൊക്കെ കുറെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് ഈ എന്താ പറയാ, നല്ലൊരു ഗ്രൂപ്പ് കൊഹീഷൻ, നല്ലൊരു സഹകരണ മനോഭാവത്തോടെ ഒരു കോപ്പറേഷൻ എന്നുള്ള രീതിയിൽ ആളുകൾ കാര്യങ്ങളെ കാണണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞു പോകുന്നത്. പിന്നെ ക്ലാസ് റൂം മാനേജ്മെന്റ്. ക്ലാസ് റൂം മാനേജ്മെന്റിൽ ഏതെല്ലാം രീതി, അതായത് ക്ലാസ് എങ്ങനെ ഏതെല്ലാം രീതിയിൽ എടുക്കാം, ഏതെല്ലാം അപ്രോച്ച് ഉണ്ട്, അതാണ് ആ 4 മെത്തേഡ് പറയുന്നത്. അതില് ഹെർബേഷ്യൻ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ ഓൾഡ്, ഒരു പഴയ ഒരു രീതിയാണ്. അവിടെ ഒരു തോട്ട്ലെസ് ടീച്ചിങ് ആണ്. ചുമ്മാ ആ ഒരു കണ്ടന്റ് ചുമ്മാ കാണാതെ പഠിക്കുന്ന പോലെ ഒരു മെമ്മറൈസേഷൻ. അതാണ് ഈ ഒരു പഴയ ഒരു ക്ലാസിക്കൽ അപ്രോച്ച്, ഓൾഡ്. അത് അപ്പൊ അവിടെ 5 സ്റ്റെപ്സ് ഉണ്ട് അത് ചെയ്യാനായിട്ട്. അത് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളാണ് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ക്ലാസ് റൂം ടീച്ചിങ്. ക്ലാസ് റൂം ടീച്ചിങ് ആണ് അടുത്തത് പറഞ്ഞത്. ബ്ലൂമിന്റെ ഇവാലുവേഷൻ അപ്രോച്ച് ബ്ലൂം പറഞ്ഞത്. ബ്ലൂം അതിന് കുറച്ചുകൂടെ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തു. പഴയ രീതികളെക്കാളും ഒന്ന് മോഡിഫൈ ചെയ്തു. നമുക്ക് കുറച്ചുകൂടെ ആളുകൾ അനലൈസ് ചെയ്യാൻ, നോളജ് അക്വയർ ചെയ്യാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അതിനു വേണ്ടി എന്തെല്ലാം ടൂൾസ് വേണമെങ്കിൽ അത് എടുക്കുക. കുറെ എക്സ്പീരിയൻസസ്, ലേണിംഗ് എക്സ്പീരിയൻസസിലൂടെ കടന്നു പോവുക. പിന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ നമ്മൾ പറയുന്നുണ്ട് ഓരോ ഇൻഡിവിജ്വലിന്റെയും ബിഹേവിയറിലാണ് ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. അതെല്ലാമാണ് ബ്ലൂമിന്റെ ആ ഒരു മെത്തേഡ് വന്നപ്പോൾ വന്നത്. 3 സ്റ്റെപ്സ് ആയിട്ടാണ് ബ്ലൂം അത് ചെയ്തത്. നെക്സ്റ്റ് മാനേജിങ്, ടീച്ചിങ്, ലേണിംഗ്. അതിൽ 4 സ്റ്റെപ്സ് ആണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ് ആൻഡ് കൺട്രോളിങ്. അങ്ങനെ 4 സ്റ്റെപ്സ് വെച്ചിട്ടായിരുന്നു മാനേജിങ്, ടീച്ചിങ്, ലേണിംഗ് എന്നുള്ളത്. ക്ലാസ് റൂം ആക്ടിവിറ്റീസിനെ ടീച്ചർ മാനേജ് ചെയ്യുന്നു. പല രീതിയിലുള്ള ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റഡി ആയിരുന്നു അതിൽ വന്നത്. അപ്പൊ അതിന്റെ മാനേജ് ചെയ്യുന്നത് ടീച്ചറാണ്. ടീച്ചർക്ക് അവിടെ മാനേജറുടെ റോള് പോലെയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ അത് പ്ലാൻ ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, അതിനെ ലീഡ് ചെയ്യാൻ ആരെങ്കിലും കാണും, അതിനെ കൺട്രോൾ ചെയ്യാൻ മോഡറേറ്റർ പോലെ ആരെങ്കിലും ഉണ്ടാകും. ആ ഒരു രീതിയിൽ അത് ക്ലാസ് റൂം മാനേജ്മെന്റ്. നമ്മളിപ്പോ ചില ക്ലാസ്സുകൾ ഇന്ററാക്റ്റീവ് സെഷൻ ആയിരിക്കും, ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിരിക്കും, എന്താ ചിലപ്പോ റോൾ പ്ലേകളായിരിക്കാം, അല്ലെങ്കിൽ ത്രൂ വേറെ ചെറിയ ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ സ്റ്റോറി നറേഷൻ, അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സ്റ്റോറി ഡ്രാമ പോലെ ചെയ്യിക്കുക. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, കുറെ വേരിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ക്ലാസ് റൂമിൽ നടക്കുന്നു.
പിന്നെ ഓർഗനൈസിങ് ടീച്ചിങ്, പിന്നെ തോട്ട്ലെസ് ടു തോട്ട്ഫുൾ, അതായത് പണ്ട് ഇങ്ങനെ മഗ്ഗപ്പ് ചെയ്യുന്ന രീതിയാണെങ്കിൽ ഇവിടെ മെമ്മറി, അണ്ടർസ്റ്റാൻഡ്, കാര്യം മനസ്സിലാക്കി മെമ്മറൈസ് ചെയ്യുന്നു. ആരെങ്കിലും ഒരാൾ അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലാരിറ്റിയോട് കൂടെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. കാണാതെ പഠിച്ച ഭാഗം അങ്ങനെ ചൊല്ലാനേ പറ്റുള്ളൂ, പക്ഷെ നമ്മൾ ആ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോ ഫോട്ടോസിന്തസിസ്, നമ്മൾ അതിന്റെ സ്റ്റെപ്സ് കാണാതെ പഠിക്കുന്നു. അതേസമയം നമ്മളൊരു പ്ലാന്റ് ഒബ്സർവ് ചെയ്ത് ആ പ്ലാന്റിന്റെ ഓരോ ദിവസവും ഉണ്ടാകുന്ന ചേഞ്ചസ് മനസ്സിലാക്കി അതിന്റെ രീതികൾ മനസ്സിലാക്കുന്നു. അതൊരു അണ്ടർസ്റ്റാൻഡിങ് ലെവലായി മാറി. അത് പിന്നെ അതിന്റെ റിഫ്ലക്ഷൻ, അപ്പൊ നമുക്കതൊരു എക്സാമിന് വന്നാലും ഒരാൾക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതാണ് ശരിക്കും ഒരു നല്ലൊരു രീതി. പിന്നെ ഇപ്പോഴുള്ള മോഡുലർ അപ്രോച്ച് ഓഫ് ടീച്ചിങ്, നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് ഒരു മോഡുലർ അപ്രോച്ച് ഓഫ് ടീച്ചിങ്ങുമായിട്ട് ബേസ്ഡ് തന്നെയാണ്. ഇതിൽ കുറെ ടീച്ചിങ് മോഡൽസ് യൂസ് ചെയ്യുന്നു. ക്ലാസ് റൂം ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കുറെ മെറ്റീരിയൽസ് അങ്ങനെയുള്ളതെല്ലാം യൂസ് ചെയ്യുന്നു. ടീച്ചിങ് മോഡൽസ്, വേരിയസ് ടീച്ചിങ് മോഡൽസ് യൂസ് ചെയ്യുന്നു. അതെല്ലാമാണ് മോഡുലർ അപ്രോച്ച് ഓഫ് ടീച്ചിങ്ങിൽ വരുന്നത്. ഇനി അതുപോലെ തന്നെ ക്ലാസ് റൂം ടീച്ചിങ്ങില് ക്ലാസ്സിലെ ടീച്ചർ വന്ന് ക്ലാസ് എടുക്കുന്നത്, നിങ്ങളൊരു ഇടത്ത് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എന്തെല്ലാം നമ്മൾ കുറച്ച് പ്ലാൻ ചെയ്യും അല്ലേ? അപ്പൊ അത് ഫേസസ് അല്ലെങ്കിൽ സ്റ്റേജസ്, 3 ഫേസസ് അല്ലെങ്കിൽ സ്റ്റേജസ് ആയിട്ടാണ് ഒരു ക്ലാസ് റൂമിൽ ടീച്ചിങ്ങിന്റെ ഓപ്പറേഷൻസ് വരുന്നത്. 3 സ്റ്റേജസ് ആണ്. പ്രീ ആക്റ്റീവ് സ്റ്റേജ്, നമ്മുടെ ആക്ഷന് മുമ്പുള്ള ഒരു പ്രിപ്പറേഷൻ. പിന്നെ നമ്മളുടെ ആക്ഷൻ നടക്കുന്നു. ഇന്ററാക്റ്റീവ് സ്റ്റേജ്, കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അവർക്ക് ക്ലാസ് കൊടുക്കുന്നു, അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അവരവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. അതാണ് 2ാമത്തെ സ്റ്റേജില്. 3ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞുള്ള ആ ഒരു ഫീഡ്ബാക്ക് ആകാം, അല്ലെങ്കിൽ ആ ക്ലാസ്സിലൂടെ കുട്ടികൾക്ക് കിട്ടിയതിന്റെ റിസൾട്ട് കാണുമായിരിക്കും, അതിന്റെ റിഫ്ലക്ഷൻസ് കാണുമായിരിക്കും. ഇങ്ങനെ 3 സ്റ്റേജിലൂടെയാണ് ഒരു ക്ലാസ് റൂം ടീച്ചിങ് പോകുന്നത്. നെക്സ്റ്റ് ക്ലാസ് റൂം മാനേജ്മെന്റ്. മാനേജർ എന്ന് പറയുന്നത് ടീച്ചറാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ക്ലാസ് റൂം മാനേജ്മെന്റിന് 4 ഡയമെൻഷൻസ് ഉണ്ട്. ഫിസിക്കൽ ഡയമെൻഷൻസ് ഓർ എൻവിയോൺമെന്റ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ, അതിൽ ഓരോന്ന് പറയാം. ഫിസിക്കൽ ഡയമെൻഷൻസ് ഓർ എൻവിയോൺമെന്റ്. ഫിസിക്കൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ആ സ്കൂളിന്റെ പ്രിമിസസ്, അതായത് ലൊക്കേഷൻ, ബിൽഡിങ്സ്, ലോൺസ്, ക്ലാസ് റൂം, പൂൾ ഉണ്ടെങ്കിൽ പൂൾ, പ്ലേ ഏരിയ ഉണ്ടെങ്കിൽ അത്, അങ്ങനെ ഫിസിക്കലി ഉള്ള കാര്യങ്ങൾ, അതാണ് ഫിസിക്കൽ ഡയമെൻഷൻസിൽ വരുന്നത്. അതായത് ഒരു സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടുന്ന ഫെസിലിറ്റീസ്, അതാണ് ഫിസിക്കൽ ഡയമെൻഷനിൽ വരുന്നത്. ആ സ്കൂളിന്റെ എൻവിയോൺമെന്റ്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻ, ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ മിനിയേച്ചർ ആണ് അല്ലെ? പല പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികളാണ് വരുന്നത്. അപ്പൊ ശരിക്കും ഒരു സൊസൈറ്റിയുടെ ഒരു മിനിയേച്ചർ ആണ് ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത്. പല കൾച്ചറിലുള്ളവര്, പല ബിലീഫിലുള്ളവര്, പല സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർ എല്ലാവരും കൂടെ മിങ്കിൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു റിലേഷൻഷിപ്പ്, അങ്ങനെ കാര്യങ്ങളെല്ലാം വരും. ടീച്ചറും കുട്ടികളും തമ്മിലുള്ള, ടീച്ചർ ടോട്ട് റിലേഷൻ എന്ന് പറഞ്ഞാൽ പ്യൂപ്പിൾ, സ്റ്റുഡന്റ് എന്നുള്ള മീനിങ് ആണ് ടോട്ട് എന്ന് വരുന്നത്. പിന്നെ കുട്ടികൾ തമ്മിലുള്ള റിലേഷൻസ്, ടീച്ചറും പ്രിൻസിപ്പാൾ ആണ് കേട്ടോ, പ്രിൻസിപ്പൾ അല്ല, പ്രിൻസിപ്പാൾ. അത് നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും ക്ലാസ് എടുത്തപ്പോ. പ്രിൻസിപ്പളും തമ്മിലുള്ള റിലേഷൻ, പിന്നെ ടീച്ചേഴ്സ് തമ്മിലുള്ള റിലേഷൻ, ഇങ്ങനെ 4 രീതിയിലുള്ള റിലേഷൻസ് ഒരു ക്ലാസ് റൂമിന്റെ സോഷ്യൽ ഡയമെൻഷൻ അല്ലെങ്കിൽ കൾച്ചറൽ ഡയമെൻഷനിൽ വരുന്നുണ്ട്. പിന്നെ സൈക്കോളജിക്കൽ ഡയമെൻഷൻ, പലപ്പോഴും കുട്ടികളുടെ കാര്യങ്ങൾ വെർബലായിട്ട് കുട്ടികൾ പല കാര്യങ്ങളും ടീച്ചറോട് ഷെയർ ചെയ്യുന്നു, അതുപോലെ നോൺ വെർബലായിട്ട് ഷെയർ ചെയ്യുന്നു. അതായത് കുട്ടി വല്ലാതെ ഡൗൺ ആയിരിക്കുവാണ്, അവനൊന്നും പറയുന്നില്ലെങ്കിൽ പോലും അവനെന്തോ ടെൻഷൻ ആണെന്ന് ടീച്ചർ മനസ്സിലാവുന്നു. ടീച്ചർ പലപ്പോഴും കുട്ടികളെ ഇൻസ്പയർ ചെയ്യുന്നു. അത് വെർബലിയും ഇൻസ്പയർ ചെയ്യും, നോൺ വെർബലിയും ഇൻസ്പയർ ചെയ്യും. വളരെ പ്ലസന്റ് ആയിട്ട് ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോൾ കുട്ടികൾക്ക് അതിന് ഒരു എന്താ പറയാ, ഒരു ഇൻസ്പിറേഷൻ തന്നെയാണല്ലേ. വളരെ ഷാബി ആയിട്ട് എപ്പോഴും ഡൗൺ ആയി അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് അങ്ങനെ വരുമ്പോൾ അത് കുട്ടികളെ ഒട്ടും ഇൻസ്പയർ ചെയ്യും. അപ്പൊ അതൊക്കെയാണ് സൈക്കോളജിക്കൽ, മാനസികപരമായിട്ടുള്ള ഡയമെൻഷൻ. അപ്പൊ അതൊന്ന് കണക്ട് ചെയ്താൽ മതി. ഫസ്റ്റ് ഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫെസിലിറ്റീസ്. 2ാമത്തത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ എന്ന് പറയുമ്പോൾ ആ റിലേഷൻഷിപ്പ് എമംഗ് ദി പീപ്പിൾ ഇൻ ദാറ്റ് സ്കൂൾ അല്ലെ? അവിടെ ആളുകൾ എന്ന് പറഞ്ഞാൽ ടീച്ചറും കുട്ടികളും അല്ലെ? ക്ലാസ് റൂം ആയതുകൊണ്ടാണ് ടീച്ചറും കുട്ടികളും പ്രിൻസിപ്പൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാം വരും. ക്ലാസ് റൂം മാനേജ്മെന്റ് ആയതുകൊണ്ടാണ്
അത് ക്ലാസ് റൂം മാനേജ്മെന്റിന് ടീച്ചർമാരാണല്ലോ വരുന്നത്. പിന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫും വന്നേനെ. അത് ഇല്ല, അതൊക്കെ ഒന്ന് കണക്ട് ചെയ്തൊന്ന് പഠിച്ചാൽ മതി. പിന്നെ എത്തിക്കൽ കൺസിഡറേഷൻ ആൻഡ് വാല്യൂ ഡയമെൻഷൻ. സൈക്കോളജിക്കൽ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ, മാനസികമായിട്ടുള്ള ചില കാര്യങ്ങൾ. നമുക്ക് ആ ഒരു ടീച്ചറോട് ഇപ്പൊ ഒരു ടീച്ചർ ക്ലാസ്സിൽ വന്ന് ഫുൾ ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് ഇങ്ങനെ പോവാ, ഇതിലെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ വായിച്ചു പോകുന്നു, കുട്ടികളോട് വേറെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല, വേറെ അവരിൽ നിന്നൊന്നും കേൾക്കുന്നില്ല, ബെല്ലടിക്കുമ്പോൾ ടീച്ചർ പോകുന്നു. അവിടെ ആ ഒരു സൈക്കോളജി പരമായിട്ടുള്ള ബോണ്ടിങ് വളരെ ലെസ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു കാണും. അങ്ങനെയുള്ള ടീച്ചർമാരൊന്നും നമ്മുടെ മനസ്സിലേ ഇപ്പൊ ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ അല്ലാതെ നമ്മൾ വളരെ കേട്ട് നമ്മളോട് വളരെ പ്ലസന്റ് ആയിട്ടുള്ള ടീച്ചർമാർ എത്ര ചെറിയ ക്ലാസ് തുടങ്ങിയുള്ളതാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കും അല്ലെ. നമ്മളും അങ്ങനെയുള്ളവരായി മറ്റു കുറെ കുട്ടികളുടെ ഉള്ളിൽ നിറയണം. ആ രീതിയിൽ വേണം മാറാനായിട്ട്. എത്തിക്കൽ കൺസിഡറേഷൻ ഓർ വാല്യൂ ഡയമെൻഷൻ. ടീച്ചറാണ് ക്ലാസ്സിലെ ലീഡർ. ശരിക്കും ഐഡിയൽ സ്റ്റുഡൻസിന് ഐഡിയൽ ആയിട്ടുള്ള ഒരു റോൾ മോഡൽ എന്നൊക്കെ പറയാം. ടീച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു കുട്ടികളുടെ ബിഹേവിയറെ. ചിലപ്പോൾ ഒത്തിരി സ്കാറ്റേർഡ് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള കുട്ടികൾ വരുമായിരിക്കും. ഇമോഷണലി അൺസ്റ്റേബിൾ ഒക്കെ ആയിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന, പെട്ടെന്ന് വികാരപരമായി പെരുമാറുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. ആ കുട്ടികളെയൊക്കെ ഒരു ടീച്ചറിന്റെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ ചെറിയ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ചില കുട്ടികൾ ആരാവാൻ ആഗ്രഹം എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ടീച്ചറെ പോലുള്ള ഒരു ടീച്ചറാകണം അങ്ങനെയൊക്കെ അവർ പറയാറുണ്ടല്ലേ. അപ്പൊ അതുപോലെ ആ രീതിയിലൊരു ഇൻസ്പിറേഷൻ, ആ ഒരു ടീച്ചറെ പോലെ ആകണം, ടീച്ചർ പെരുമാറുന്ന പോലെ പെരുമാറണം, അങ്ങനെയൊക്കെ അവർക്ക് അത് ചെറിയ ക്ലാസ്സിൽ അവർക്ക് തോന്നുന്നത് തന്നെയായിരിക്കും അവർ വലുതാവുമ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകും. അങ്ങനെ കോഡ് ഓഫ് കോണ്ടാക്ട് ഈ ഒരു ടീച്ചർ ഫോളോ ചെയ്യണം. ടീച്ചറാണ്, കുട്ടികളുമായി നല്ല രീതിയിൽ ഇടപഴകുന്ന ആളാണെങ്കിൽ പോലും കുട്ടികളിലേക്ക് മെസ്സേജ് പോകുന്ന രീതിയിലായിരിക്കണം ആ ടീച്ചറുടെ പെരുമാറ്റം, നല്ല മെസ്സേജ് പോകുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതൊക്കെയാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ടീച്ചറെ കുറിച്ചാണ് കുറേ കാര്യങ്ങൾ പറയുന്നത്. ടീച്ചറുടെ ഹ്യൂമൻ റിലേഷൻസ് എങ്ങനെയായിരിക്കണം, ടീച്ചറാണ് ഫോക്കൽ പോയിന്റ്, ടീച്ചറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ മാനേജ് ചെയ്യുന്നത്. എല്ലാം റിപ്പീറ്റ് ചെയ്ത് സെയിം കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. പിന്നെ ടീച്ചറും കുട്ടികളും തമ്മിലുള്ള റിലേഷൻ, കുട്ടികളും തമ്മിലുള്ള റിലേഷൻ, ടീച്ചറും ടീച്ചർമാരും തമ്മിലുള്ള റിലേഷൻ, ടീച്ചറും അഡ്മിനിസ്ട്രേറ്ററുമായിട്ടുള്ള റിലേഷൻ, ടീച്ചറും കമ്മ്യൂണിറ്റി, അതാണ് നിങ്ങളുടെ 5th മോഡ്യൂളിൽ വരുന്നത്. കുട്ടികളുടെ പാരന്റ്സ്, ഒരു സൊസൈറ്റിയിലൊക്കെ വളരെ മാറ്റങ്ങൾ വരുത്താൻ ഒരു ടീച്ചറെ കൊണ്ട് സാധിക്കും. ഒരു ഫാമിലിയിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ടീച്ചറെ കൊണ്ട് സാധിക്കും. അത് ഓരോന്നും അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് ഒക്കെ. അതൊക്കെ ഒന്ന് വായിച്ചാൽ മതി. പിന്നെ സപ്പോർട്ടിംഗ് ഡിവൈസസ്, പേജ് നമ്പർ 26 ആണ് കേട്ടോ. സപ്പോർട്ടിംഗ് ഡിവൈസസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ്. ഒരു ക്ലാസ്സിനെ അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ആ ഒരു ക്ലാസ് റൂമിൽ മാനേജ് ചെയ്യാനായിട്ട് എന്തെല്ലാം ഡിവൈസസ് യൂസ് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മള് കുറേ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകും. നിങ്ങളൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം, ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ശരിക്കും കുറേ നമ്മളെ നമുക്കതൊരു നല്ലൊരു സപ്പോർട്ടായിരിക്കും. ഇപ്പൊ കുറെ ചാർട്ടിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തു, ഹാൻഡ് വാഷിംഗ് പഠിപ്പിക്കാനായിട്ട് നമ്മൾ ചാർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ പ്ലക്കാർഡ് പോലെ ചെയ്തു. അപ്പൊ ഇതെല്ലാം നമ്മുടെ സപ്പോർട്ടിംഗ് ഡിവൈസസ് ആണ്. ചെറിയ ചെറിയ എക്സ്പെരിമെന്റുകൾ ലാബ് പോലെയുള്ളതൊക്കെ ചെയ്യിക്കാം, ക്ലാസ് റൂമിൽ ചെയ്യിക്കാം. ഇപ്പൊ ലിറ്റ്മസ് പേപ്പറിന്റെ ഒക്കെ കളർ മാറുന്നത്, ആസിഡ് ലൈമിലൊക്കെ തട്ടുമ്പോൾ കളർ മാറുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോൾ നമ്മളതൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യിക്കാം. ഫീൽഡ് വർക്ക്, പുറത്ത് കുട്ടികളെ കൊണ്ടുപോകാം, ലൈബ്രറി സ്റ്റഡി, അങ്ങനെ കുറെ ചെറിയ എക്സ്കർഷൻ, സ്റ്റഡി ടൂറ്, ഹോം അസൈൻമെന്റ്, പിന്നെന്താ സെൽഫ് സ്റ്റഡി, പിന്നെ റെമഡിയൽ ടീച്ചിങ്, അതിന് വേണ്ടുന്ന ട്യൂട്ടോറിയൽസ് പ്രൊവൈഡ് ചെയ്യുക. ചിലപ്പോൾ വീക്ക് സ്റ്റുഡൻസ് അല്ലെങ്കിൽ എക്സാമിൽ ലോ മാർക്ക് കിട്ടുമ്പോൾ നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് അവരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യിക്കാനായിട്ട് റെമഡിയൽ ടീച്ചിങ്, അങ്ങനെ പിന്നെ കുറെ ഗൈഡൻസ് കൊടുക്കുക, ഒരു കൗൺസിലിംഗ് പോലെ കൊടുക്കുക. ഇതെല്ലാം നമുക്ക് സപ്പോർട്ടിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഒരു കുട്ടിയെ. അപ്പൊ ഒരു സ്കൂളിൽ ചിലപ്പോൾ കൗൺസിലറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ടീച്ചറിന്റെ സഹായം ചിലപ്പോൾ വേണ്ടി വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതൊക്കെ സപ്പോർട്ടിങ് ഡിവൈസസ് പോലെ തന്നെയാണ്. പിന്നെ ടീച്ചറുടെ കുറെ റോൾസ് ആണ്. ലക്ഷ്മി എങ്ങനെയുണ്ട്, ഓക്കെ ആണോ? ഓക്കെ വരുന്നു. കുഞ്ഞ് ഉറങ്ങുവാണോ? രാത്രി ഉറക്കില്ല. അതെയോ?
റെസ്റ്റ് എടുക്കുക, കേട്ടോളൂ. ഞാനിങ്ങനെ പെട്ടെന്ന് എനിക്ക് കാണാം സെൻട്രലായിട്ട് ആഷ്മിയുടെ ആ ഒരു പ്രൊഫൈൽ. അത് കണ്ടപ്പോ ഞാൻ വേഗം ചോദിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, എന്തായാലും അമ്മയും മോളല്ലേ മോനോ? മോൻ. എന്തായാലും റെസ്റ്റ് ചെയ്യൂ രണ്ടുപേരും. ഉറങ്ങാൻ പറ്റുന്ന സമയത്തൊക്കെ ഉറങ്ങാം. അത് ഇന്ന ടൈം ഒന്നും നോക്കണ്ട. രാത്രി ഉറങ്ങാൻ പറ്റില്ലെങ്കിൽ പകലെടുത്ത് ഉറങ്ങും. ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഹസ്ബൻഡ് പോയോ? ഹസ്ബൻഡ് 2 ദിവസത്തിന് വന്നത് പോയി. ഓക്കെ, ടീച്ചറുടെ റോളൊക്കെയാണ് നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻ ഓൾ ഓഫ് ദീസ് ആൻസർ വരുന്ന രീതിയിൽ ടീച്ചേഴ്സ് റോൾ ഈസ് ഡാഷ് എന്നുള്ള രീതിയിൽ ഗൈഡ്, ഫിലോസഫർ, റിസർച്ചർ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ 3 ഓപ്ഷൻ കൊടുത്തിട്ട് ഓൾ ഓഫ് ദീസ് ആയിരുന്നു അങ്ങനെ കാര്യങ്ങള്. സ്റ്റാഫ് ഡെവലപ്മെന്റിന് വേണ്ടി എന്തൊക്കെ പ്രോഗ്രാം ചെയ്യാം അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഒരു സ്റ്റാഫിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ സൂപ്പർവിഷനിൽ അത് കൂടുതലായിട്ട് വരുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സ് ബിഹേവിയർ, അത് പേജ് നമ്പർ 30 ആണ് കേട്ടോ. അതിൽ അക്സെപ്റ്റ്സ് ഫീലിങ്സ് ആണ് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടാവുമായിരിക്കും. ഫെല്ലിംഗ് എന്നാണ് അവിടെ വന്നിരിക്കുന്നത്. ഫീലിങ്സ് കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങള്. പിന്നെ നമുക്കറിയാം അപ്രൈസൽ, അത് ടീച്ചറാണെങ്കിലും കുട്ടികളാണെങ്കിലും അപ്രൈസൽ ആവശ്യമുള്ളത് തന്നെയാണ്. പിന്നെ ചില ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഇതിനകത്ത് കുറച്ചൊന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സെന്റൻസ് മാറ്റി ചെയ്തിട്ടുണ്ട്. ഇനി എന്റെ പണി അടുത്തത് ഇതാണ്, PGയുടെ ടെക്സ്റ്റ് കറക്റ്റ് ചെയ്യാന്നുള്ളത്. ഓരോ ബാച്ച് ഓരോ മാസം ആവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ടെക്സ്റ്റ് കറക്റ്റ് ചെയ്യും, ക്ലാസ് എടുത്ത് പോകുമ്പോൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ യൂണിറ്റ് 3ലേക്ക് പോവുകയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിലേക്ക്. എനിക്ക് തോന്നുന്നു അശ്വതി മിസ്സാന്ന് തോന്നുന്നു എനിക്കത് എടുത്തത്. നന്നായിട്ട് തന്നെ ടീച്ചർ എടുത്തിട്ടുണ്ടാവും. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിലെ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അത് ഇപ്പൊ കോമേഴ്സ് സൈഡിലുള്ളവർക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇതിനകത്ത് ഫൈനാൻസ്, അക്കൗണ്ടിങ്, പ്രൊഡക്ഷൻ, നമുക്കൊരു സ്കൂളിൽ നിന്ന് മാത്രം മനസ്സിൽ വിചാരിച്ച് ഈ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ കോർഡിനേഷൻ ചെയ്യുന്നത്. പിന്നെ സ്റ്റുഡൻസിന്റെ കാര്യങ്ങൾ, അവരുടെ നീഡ്സ്, ഇൻട്രസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, അവരുടെ അഡ്മിഷൻ, ഡിസിപ്ലിൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കാൻ നിന്ന് നമുക്ക് കുറേ ഉണ്ടാവും. പിന്നെ കരിക്കുലം, പിന്നെ അവർക്ക് കൊടുക്കുന്ന ഫിസിക്കൽ ഫെസിലിറ്റീസ്, സാധനങ്ങൾ വാങ്ങിക്കുന്നതും അങ്ങനെ അത് കീപ്പ് ചെയ്യുന്ന അതിന്റെ പർച്ചേസും കാര്യങ്ങളും എല്ലാം റെക്കോർഡും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതും. പിന്നെ ഡിസിപ്ലിൻ, സ്കൂളാകുമ്പോൾ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഡിസിപ്ലിനും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ടല്ലേ. പിന്നെ പണ്ടത്തെ കാലത്തെ പോലെയല്ല ഡിസിപ്ലിൻ. പണ്ട് സ്ട്രിക്ട് ഡിസിപ്ലിൻ ആയിരുന്നിരിക്കാം, പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ ക്രിയേറ്റീവ്, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ആണ്. കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസിലൂടെയാണ് അവർക്ക് ഡിസിപ്ലിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ മോണ്ടിസോറി മെത്തേഡില് സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ നമ്മൾ വന്നല്ലോ, അതെങ്ങനെ കുട്ടിക്ക് വന്നു എന്നുള്ളത് നമുക്കറിയാം. അവർക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി ഇഷ്ടത്തോടെ ചെയ്യാനുള്ള സൗകര്യം നമുക്ക് പ്രൊവൈഡ് ചെയ്തപ്പോൾ അവരിൽ ഡിസിപ്ലിനും ഒബീഡിയൻസും ഡെവലപ്പ് ആവുമായിരുന്നു. അതുപോലെ കൺസ്ട്രക്റ്റീവ് ക്രിയേറ്റീവ് ഡിസിപ്ലിൻ ആണ് മോഡേൺ രീതിയിൽ. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ ഡിസിപ്ലിന്റെ ഇമ്പോർട്ടൻസ് വളരെ ഉണ്ട്. പിന്നെ ഒരു സ്കൂളിന്റെ ടൈമിങ്, എപ്പോഴെങ്കിലൊക്കെ വന്നു പോകുന്ന സ്ഥലമല്ല അല്ലെ സ്കൂള്. അവിടെ ഒരു സ്കൂളിന്റെ ഒരു ടൈം ഉണ്ട്. ആ ടൈം കുട്ടികൾ കീപ്പ് ചെയ്യണം. ഡിസിപ്ലിനിൽ ഫസ്റ്റ്. പിന്നെ യൂണിഫോം ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അവരുടെ ബുക്സ്, അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ. എനിക്കാണോ ടീച്ചർ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയയിൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ കൺസേൺ ടീച്ചർമാരോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇൻ ബിറ്റ്വീൻ എപ്പോഴെങ്കിലും എക്സാമിന് മുമ്പ് സെഷൻ എടുത്ത് തരും കേട്ടോ. കാര്യങ്ങളാണ്. ഞാൻ ഇതങ്ങ് സ്കിപ്പ് ചെയ്യാണ് കേട്ടോ. പിന്നെ അതിനകത്ത് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചെറിയ ഇലക്ഷൻ പോലെയൊക്കെ, ഒരു കൗൺസിൽ പോലെയൊക്കെ സ്കൂളുകളിൽ ചെയ്യും. സ്റ്റാഫ് കൗൺസിലും സ്റ്റുഡൻസ് കൗൺസിലും എല്ലാം ഉണ്ടാകും. പിന്നെ സ്റ്റാഫിന്റെ മീറ്റിംഗ്സ് ഉണ്ടാകും. പിന്നെ റെക്കോർഡുകൾ, പല രീതിയിലുള്ള റെക്കോർഡ് ഉണ്ട്. ലോൺ ബുക്ക്, വിസിറ്റേഴ്സ് ബുക്ക്, അഡ്മിനിസ്ട്രേഷൻ, കുട്ടികളുടെ ഫീസ് അടച്ചതിന്റെ, അഡ്മിഷന്റെ, അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതൊക്കെ അതിൽ കാണും. പാർട്ട് 4 കുറെ ഇതിന്റെ ചെറിയ രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു ടോപ്പിക് അങ്ങ് സ്കിപ്പ് ചെയ്ത് പോവാണ്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം കൂടെ എടുത്തു വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോ നെക്സ്റ്റ് യൂണിറ്റ് 4, ട്രാൻസാക്ടിങ് ദ കരിക്കുലം ആൻഡ് ഇവാലുവേറ്റിംഗ് ദ ഡെവലപ്പിംഗ് ടീച്ചർ. എല്ലാ ചാപ്റ്ററും നോക്കിയാലും ടീച്ചറെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, നമ്മൾ അതിനകത്ത് പറഞ്ഞു TLC, ഒരു ടീച്ചിങ് ലേണിംഗ് സെന്റർ എന്നുള്ള രീതിയിൽ, ഒരു ടീച്ചർക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ, ടീച്ചർക്ക് ക്ലാസ് എടുക്കാൻ ഹെൽപ്ഫുൾ ആ ഒരു രീതിയിൽ ടീച്ചർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും എല്ലാമാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്.
ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, ടീച്ചറെ നല്ല എഫിഷ്യന്റ് ക്വാളിറ്റി ടീച്ചർ ആക്കുക. അതാണ് യൂണിറ്റ് 4 നമ്മൾ പറയുന്നത്. പിന്നെ അതിനു മുമ്പ് ഒരു സ്കൂളിന് ടീച്ചർ അങ്ങനെ ആക്കണമെങ്കിൽ സ്കൂളിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. സ്കൂളിന്റെ വിഷൻ എന്ന് പറയുന്നത് ഓരോ സ്കൂളിനും ഇപ്പൊ നമുക്കറിയാം പല രീതിയിലുള്ള സ്കൂളുകളുണ്ട്. എയ്ഡഡ് സ്കൂളുകളുണ്ട്, അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട്. ചില സ്കൂളുകളിൽ ചില മാനേജ്മെന്റ് ആയിരിക്കും റൺ ചെയ്യുന്നത്, ചിലപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള മാനേജ്മെന്റ് അങ്ങനെ റൺ ചെയ്യുന്നവരുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ട്രസ്റ്റ് അങ്ങനെ റൺ ചെയ്യുന്നവരുണ്ടാകും, ഒരു വ്യക്തിയുടെ ഉണ്ടാവും, പാർട്ട്ണർഷിപ്പിലുള്ള സ്കൂൾസ് ഉണ്ട്. ഓരോ സ്കൂളിനും അവരുടേതായ വിഷൻ ഉണ്ടാകും, ലോഗോ ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും അല്ലെ, ഓരോ അവരുടെ സെറ്റ് ഓഫ് ബിലീഫ്സ് അത് വെച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും. ഇവിടെ വിഷൻ നമുക്ക് നിയർ വിഷൻ, ഡിസ്റ്റന്റ് വിഷൻ എന്നുള്ളതുണ്ട്. നിയർ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് അടുത്ത് എന്തെങ്കിലും അച്ചീവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ആ ഒരു രീതിയിൽ കാണുന്നതും, ഡിസ്റ്റന്റ് വിഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ വരുന്നത്. അതുകൊണ്ടാണ് അതിന് ഡ്രീം ഓർ ഇമാജിനേഷൻ. ക്വസ്റ്റ്യൻ ചോദിക്കാം, ഡിസ്റ്റന്റ് വിഷൻ ഈസ് ഡ്രീം ഓർ ഡാഷ്, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ദൂരെ നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിൽ പിന്നീടായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വിഷൻ ആയിരിക്കും. ഒരു ഡ്രീം, ഒരു നമ്മുടെ ഡ്രീം പ്രോജക്റ്റ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഡ്രീം അല്ലെങ്കിൽ ഇമാജിനേഷൻ. ചിലപ്പോൾ അത് നടക്കാം, ചിലപ്പോൾ നടക്കില്ല. ആ ഒരു രീതിയിൽ ചിലപ്പോൾ കാലകാലം കുറച്ചൊക്കെ കഴിയുമ്പോഴേക്കും അത് വേണ്ടാന്ന് വെക്കാം. പിന്നെ വിഷൻ ഒരു നമ്മൾ എന്തിലേക്കെങ്കിലും എത്തിച്ചേരാനുള്ള ഒരു കാര്യമാണ് വിഷൻ എന്ന് പറയുന്നത്. മിഷൻ സക്സസ്ഫുൾ എന്ന് നമ്മൾ പറയില്ലേ, ചന്ദ്രയാൻ അതൊരു മിഷൻ ആയിരുന്നു അല്ലെ. അത് കംപ്ലീറ്റ് ചെയ്തപ്പോ എന്താ പറഞ്ഞത്, നമ്മൾ ലക്ഷ്യം കണ്ടു, മിഷൻ സക്സസ്ഫുൾ എന്നാണ് പറഞ്ഞത്. നമ്മൾ ഗോൾ അച്ചീവ് ചെയ്തു എന്നോ നമ്മുടെ എയിം ആയെന്നല്ല പറഞ്ഞത്, അതിനെ പറഞ്ഞത് മിഷൻ എന്നാണ്. കാരണം വർഷങ്ങളോളം ഉള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് അന്ന് നടന്നത്. മിഷൻ, എൻഡ് ഓഫ് ദി എയിം, ഒരു എയിമിന്റെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തുന്നത്, അതാണ് മിഷൻ എന്ന് പറയുന്നത്. ഒരു സ്കൂൾ അച്ചീവ് ചെയ്യാനുള്ളത് മിഷൻസ് പലപ്പോഴും പല രീതിയിലുള്ള മിഷൻസ് ഉണ്ടാകാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്. പിന്നെ ഗോൾ എന്ന് പറയുന്നത് മൈൽ പോസ്റ്റസ് ആയിരിക്കാം. ഇപ്പോ ഈ ഒരു അക്കാദമിക് ഇയറിൽ കുട്ടികൾക്ക് റിസൾട്ട് നല്ല രീതിയിൽ വരണം, അത് ആ ഒരു അക്കാദമിക് ഇയറിലെ ഒരു മിഷനാണ് ഗോൾ പോസ്റ്റ് പോലെ. അല്ലെങ്കിൽ ഈ ഒരു അക്കാദമിക് ഇയറിൽ സ്പോർട്സിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, അത് ഒരു ഗോൾ പോസ്റ്റ് ആണ്. നെക്സ്റ്റ് അക്കാദമിക് ഇയർ ആകുമ്പോഴേക്കും വേറെ കാര്യങ്ങൾ വരും. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ പോകുന്നത്. സോർട്ട് അനാലിസിസ്, അതിൽ SWOT എന്താന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരു ലെറ്റർ തന്നിട്ട് എന്താന്ന് ചോദിക്കും. ചിലപ്പോൾ S ആയിരിക്കാം, ചിലപ്പോൾ W ആയിരിക്കാം, ചിലപ്പോൾ O ആയിരിക്കാം, T ആയിരിക്കാം. കറക്റ്റ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് അത് അറിഞ്ഞിരിക്കും. പിന്നെ അതുപോലെ തന്നെ സോർട്ട് അനാലിസിസ് നമുക്ക് എങ്ങനെയൊക്കെ നടത്താം. സോർട്ട് അനാലിസിസ് നമ്മൾ ഓൾറെഡി ഡിപ്ലോമ സൈഡിൽ സർവേ ചെയ്തു, അതൊരു സോർട്ട് അനാലിസിസ് തന്നെയാണ്. നമ്മൾ സർവേ ചെയ്തിരുന്നില്ലേ കുട്ടികളുടെ കെയറിങ് എങ്ങനെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, അതൊരു സോർട്ട് അനാലിസിസ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ എന്താ നമ്മുടെ മെത്തേഡ് എന്തായിരുന്നു, ക്വസ്റ്റ്യനെയർ ആയിരുന്നു, കുറേ ക്വസ്റ്റ്യൻസ്. സോർട്ട് അനാലിസിസ് നമുക്ക് ഓപ്പൺ ഡിസ്കഷൻ ചെയ്യാം. നമുക്ക് ഈ വട്ടം കൂടി ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ അനലൈസ് ചെയ്യാം. അപ്പൊ ഒരു മെത്തേഡ് ഓപ്പൺ ഡിസ്കഷൻ. അതുപോലെ തന്നെ ചിലര് ഇതുപോലെ ക്വസ്റ്റ്യനെയർ ചെയ്യും, പിന്നെ ഡിസ്കസ് ചെയ്യും. പിന്നെ അങ്ങനെ പല മെത്തേഡിലും സോർട്ട് അനാലിസിസ് നമുക്ക് ചെയ്യാം. ഇതുപോലെ ഡേറ്റ കളക്ട് ചെയ്യാം, ക്വസ്റ്റ്യനെയർ ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ടെസ്റ്റുകൾ നടത്താം, ഒരു ഇവാലുവേഷൻ ടെസ്റ്റ് പോലെ ടെസ്റ്റുകൾ നടത്താം. ഏതൊക്കെ മെത്തേഡിൽ സോർട്ട് അനാലിസിസ് ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെ ഉള്ളതാണ് അടുത്തത്. ഷീറ്റുകൾ കൊടുത്തിട്ട് ഫില്ല് ചെയ്യാം. നമ്മൾ ചെയ്തൊരു മെത്തേഡ് ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് അവരെ കൊണ്ട് ഫില്ല് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നില്ലേ. അപ്പൊ അതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് ഇതൊക്കെയായിരിക്കും. സോർട്ടിന്റെ ഏതെങ്കിലും ഒരു ലെറ്റർ തന്നിട്ട് എന്താണ് ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പിന്നെ ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാം. എനിക്ക് 20 ക്വസ്റ്റ്യൻസേ ഉള്ളൂ 4, 5, 7 ചാപ്റ്ററിൽ നിന്ന് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ഇതില് എക്സാം പോയിന്റ് ഓഫ് വ്യൂ തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ ടൈം മാനേജ്മെന്റ്, അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. നമുക്ക് അതിനകത്ത് പറഞ്ഞിരുന്നു, ഷോർട്ട് ഹാൻഡ് കണ്ടുപിടിച്ചൊരു വ്യക്തിയുണ്ട്, ഐസക് പിറ്റ്മാൻ. അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, വെൽ അറേഞ്ച്ഡ് ടൈം ഈസ് ദി ഷുവറസ്റ്റ് മാർക്ക് ഓഫ് എ വെൽ അറേഞ്ച്ഡ് മൈൻഡ്. ഇതാരാണ് പറഞ്ഞത്? അത് ആ വ്യക്തി ഐസക് പിറ്റ്മാൻ ആണെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഷോർട്ട് ഹാൻഡ്. അതൊന്നും ചോദിക്കില്ല, ജസ്റ്റ് അദ്ദേഹത്തെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഷോർട്ട് ഹാൻഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് അറിയാം, അതുകൊണ്ട് ഞാൻ അന്ന് ആഡ് ചെയ്തേ ഉള്ളൂ. അപ്പൊ ടൈം ടേബിളിന്റെ ഇമ്പോർട്ടൻസ് അതും അറിഞ്ഞിരിക്കണം. ടൈം ടേബിള് നമുക്ക് ശരിക്കും കെപ്പർ
കുറെ ഒരു ആരോ മാർക്ക് ഇട്ട പേജ് നമ്പർ 71 ടൈം ടേബിളിന്റെ കുറെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു വൈറ്റൽ ഡോക്യുമെന്റ് ആണ്, ഒരു സ്കൂളിന്റെ ടൈം മാനേജ്മെന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വൈറ്റൽ ഡോക്യുമെന്റ് ആണ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. പിന്നെ PTA ഉദ്ദേശം, PTA ശരിക്കും എന്താണ് ഒരു സ്കൂളിൽ വേണ്ടത്? പേജ് നമ്പർ 72, നെക്സ്റ്റ് പേജിൽ. PTA ശരിക്കും എന്താ, ടീച്ചർമാരെ ഉപദ്രവിക്കാനുള്ളതല്ല PTA, അല്ലെ? ടീച്ചർമാരെ പ്രഷറൈസ് ചെയ്യുമൊന്നുമല്ല. PTA ഉദ്ദേശം കുട്ടികൾ നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് വരിക. അതാണ് PTA ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത്. അതും അവിടെ ഒരു മാർക്ക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്, 3-4 പോയിന്റ്സ് ആയിട്ട്. അതൊന്ന് വായിക്കുക. പിന്നെ ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി, അത് തമ്മിലുള്ള ഡിഫറൻസ് നല്ലപോലെ മനസ്സിലാക്കുക. അതിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇക്വിറ്റി എന്താണ്, ഇക്വാലിറ്റി എന്താണെന്നുള്ളത്. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഫെയർനെസ്, നീതി, അല്ലെ? ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈക്വൽ ആണ്. അതാണ് ഇക്വിറ്റി, ഇക്വാലിറ്റി. അത് അറിഞ്ഞിരിക്കും. ഒരു സോഷ്യൽ ജസ്റ്റിസിന്റെ നോഷൻ, ഒരു ബിലീഫ്, അതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ആ 2 വേർഡ് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കിയിട്ട്. സോഷ്യൽ കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? സോഷ്യൽ ജസ്റ്റിസിന്റെ നോഷൻ. ഇക്വിറ്റി റെഫേഴ്സ് ടു ദ നോഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. പേജ് നമ്പർ 72 ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി എന്നുള്ള ആ ടൈറ്റിലിന്റെ താഴെയുള്ള പാരഗ്രാഫിൽ 2ാമത്തെ സെന്റൻസ്. ഇക്വിറ്റി റെഫേഴ്സ് ടു ദി നോഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. നീതി, എല്ലാവർക്കും ഒരേപോലെ, ഫെയർനെസ്, ജസ്റ്റിസ് എല്ലാവർക്കും ഒരേപോലെ എന്നുള്ള ഒരു മീനിങ്. മറ്റേത് ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ ഓപ്പർച്യൂണിറ്റി. ഇവിടെ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലായതുകൊണ്ട് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി ഈക്വൽ ആയിരുന്നു. സോറി മാം, പേജ് നമ്പർ പറയാമോ? നമ്പർ 72, യൂണിറ്റ് 4 ആണേ. ഈ യൂണിറ്റ് 4 നമ്മൾ പറഞ്ഞ കാര്യങ്ങള് ടൈം മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്, പിന്നെ അതുപോലെ തന്നെ PTA ഒരു ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്, ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി എന്താണ്, സോർട്ട് അനാലിസിസിന്റെ കാര്യങ്ങൾ, സോർട്ട് അനാലിസിസിന്റെ ഓരോ ലെറ്ററും എന്താണ് മീൻ ചെയ്യുന്നത്, സോർട്ട് അനാലിസിസ് ഏതൊക്കെ രീതിയിൽ ചെയ്യാം, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെ. ബാക്കി കുറച്ച് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതൊക്കെ നമ്മൾ ഈക്വൽ, എല്ലാ സ്റ്റുഡൻസിനും ഈക്വൽ ആക്സസ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, അതൊക്കെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ക്രിട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് എക്സാമിനേഷൻ, നമ്മുടെ ഈ ഒരു ക്ലാസ് റൂം അല്ലെങ്കിൽ ഒരു സ്കൂളിലെ കാര്യങ്ങളുടെ സീരിയസ് എക്സാമിനേഷൻ, അത് നമുക്ക് കുറെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്രിട്ടിക്സ് അത് സജസ്റ്റ് ചെയ്തിട്ട് ഒരു ടേബിൾ ഉണ്ട്. ടേബിള് എത്ര സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് 7 Cs എന്നുള്ള രീതിയിലാണ് സജഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ ഏതോ ഒരു ബാച്ചിന്റെ എക്സാമിന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ എത്ര അല്ലെങ്കിൽ ക്രിട്ടിക്സ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫോർ ഇത് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് എത്ര Cs ഉണ്ട്. അപ്പൊ നമ്മൾ 7 Cs ആണ് അറ്റ് പ്രസന്റ് സജസ്റ്റ് ചെയ്തേക്കുന്നത്. അത്രേ ഉള്ളൂ. അത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഐഡിയൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഒരു ബാച്ചിന് എത്ര C എന്നുള്ളത് മാത്രം ചോദിച്ചിട്ടുള്ളൂ, ബാക്കി കൂടുതലായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. അന്ന് ഞാൻ എടുത്തപ്പോ ഞാൻ പറഞ്ഞു, ഒരു സ്കൂളൊക്കെ തുടങ്ങുന്നവര് ഈ ഒരു പോയിന്റ്സ് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നന്നായിരിക്കും പറഞ്ഞു. ഇതെല്ലാമാണ് 4th യൂണിറ്റിന്റെ കാര്യം. 5th യൂണിറ്റിൽ നിങ്ങൾ എന്താണ് സൂപ്പർവിഷൻ എന്നറിയണം. പണ്ട് കാലത്ത് സൂപ്പർവിഷൻ എങ്ങനെയായിരുന്നു, പിന്നെ ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ എന്താണെന്ന് അറിയണം. ഓരോ ടൈപ്പിന്റെ പ്രത്യേകതകൾ എന്താ, അറ്റ്ലീസ്റ്റ് ഒരു 1 or 2 ഫീച്ചേഴ്സ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ അത് നന്നായിരിക്കും. അപ്പൊ സൂപ്പർവിഷൻ, പണ്ട് സൂപ്പർവിഷൻ അതോറിറ്റേറ്റീവ് ആയിരുന്നു, ഓട്ടോക്രാറ്റിക് ആയിരുന്നു, ഇല്ലോജിക്കൽ ആയിരുന്നു, അല്ലെ? അതാണ് നമ്മുടെ പാസ്റ്റില് സൂപ്പർവിഷന്റെ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത്. പിന്നെ ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ. എഡ്യൂക്കേഷണൽ സൂപ്പർവിഷന്റെ മോക്ക് ടെസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അല്ലെ? അത്യാവശ്യം അത് നല്ലപോലെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ശരിക്കും എക്സാമിന് അതിൽ നിന്നൊക്കെ തന്നെ ചോദിക്കാനുള്ള ചാൻസസ് ഉള്ളൂ. പിന്നെ സൂപ്പർവിഷൻ ഏറ്റവും മെയിൻ ആയിട്ട് സക്സസ്ഫുൾ സൂപ്പർവിഷന് ആവശ്യമുള്ളത് കമ്മ്യൂണിക്കേഷൻ, അല്ലെ? സക്സസ്ഫുൾ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നാൽ മാത്രമാണ് സൂപ്പർവിഷൻ നല്ല സക്സസ്ഫുൾ ആവുകയുള്ളൂ. പിന്നെ ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ ആയിരുന്നു പിന്നെ കൂടുതലും
നോക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് ടൈപ്സ് ഓഫ് സൂപ്പർവിഷനിലെ ഓരോ ടൈപ്പിന്റെ പ്രത്യേകതകൾ. കറക്റ്റീവ് സൂപ്പർവിഷന് പറയുന്ന വേറൊരു പേര് ഫോൾട്ട് ഫൈൻഡിങ്. ഫസ്റ്റ് പേജ് നമ്പർ 85 ഫോൾട്ട് ഫൈൻഡിങ് വേറൊരു പേരാണ്. കറക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ചെയ്യുന്നു, ഫോൾട്ട് കണ്ടുപിടിച്ച് അതിനെ ഇല്ലാണ്ടാക്കും അല്ലെ. ദാറ്റ് ഇസ് കറക്റ്റീവ് സൂപ്പർവിഷൻ. പിന്നെ ഒരു അതോറിറ്റേറ്റീവ് രീതിയിലുള്ള സൂപ്പർവിഷൻ ഏതായിരുന്നു? കോഴ്സീവ്. ബാക്കിയെല്ലാം ഒരു ഡെമോക്രസി വരുന്ന രീതിയിലുള്ള സൂപ്പർവിഷൻ ആയിരുന്നു അല്ലെ. ഇത് മാത്രമാണ് ഒരു സ്കൂളിലൊന്നും പറ്റാത്തത്. അതേസമയം ഒരു വൺ മാൻ രീതിയിൽ ഒരാളാണ് മുതലാളി, കുറെ തൊഴിലാളികളുണ്ട്, അയാൾ ചിലപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള സൂപ്പർവിഷൻ ചെയ്യാം ചില സ്ഥലങ്ങളിൽ. കുറവാണത് എന്നാലും. പിന്നെ ക്ലിനിക്കൽ സൂപ്പർവിഷൻ മെഡിക്കൽ സൈഡിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ക്ലിനിക്കൽ സൂപ്പർവിഷൻ. അങ്ങനെ ഓരോ സൂപ്പർവിഷന്റെ ഫീച്ചേഴ്സ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക, പ്രത്യേകതകൾ. ഇത് അങ്ങനെ ചോദിക്കാം. പിന്നെ ഒരു ടീച്ചേഴ്സിന്റെ പ്രാക്ടീസും എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസും ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കണ്ടക്ട് ചെയ്യാം? സ്റ്റഡി ടൂർ കണ്ടക്ട് ചെയ്യാം, എഡ്യൂക്കേഷണൽ ട്രിപ്സ് കണ്ടക്ട് ചെയ്യാം, ഇന്റർ സ്കൂൾ പ്രോഗ്രാംസ് ഒക്കെ നടത്തുമ്പോൾ അങ്ങനെയുള്ള വിസിറ്റ്സ് അതൊക്കെ കണ്ടക്ട് ചെയ്യാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിയിട്ട് പറയാൻ. പിന്നെ ഒരു എഡ്യൂക്കേഷൻ, നമുക്ക് ശരിക്കും എഡ്യൂക്കേഷൻ നല്ല ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ ആയിരിക്കണം അല്ലെ. അതിന് വേണ്ടുന്ന ഫിസിക്കൽ മെഷേഴ്സ് എന്തൊക്കെയായിരിക്കണം? നല്ലൊരു ക്ലാസ് റൂം ഉണ്ടായിരിക്കണം, ലാബ് വേണ്ടതാണെങ്കിൽ ലാബ് ഉണ്ടായിരിക്കണം, പിന്നെ കറക്റ്റ് ഏജിലുള്ള ആ ഒരു സ്റ്റുഡൻസ് ആയിരിക്കണം ആ ഒരു രീതിയിൽ ക്ലാസ് റൂം. അല്ലാതെ ഇപ്പോ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 to 6 ആ ഒരു സ്പാനിലുള്ളതാണ്. പക്ഷെ ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഹൈസ്കൂളില് ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ടിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് റൂം ശരിയായ രീതിയിൽ ടീച്ചർക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി അല്ലെ, അത് ഏജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ മെഷറിൽ ഒന്നാണ് ഏജ്. നമ്മൾ ഓരോ സെഷനിലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ ഏജ് എന്നുള്ളൊരു കോളം ഉണ്ടാവും. ഇപ്പൊ LKG അഡ്മിഷൻ എടുക്കുമ്പോൾ മിക്ക സ്കൂളുകളും 4 വയസ്സ് പൂർത്തിയായിരിക്കണം എന്ന് പറയാറുണ്ട് ഒരു കണ്ടീഷൻ. അതിന് താഴെയുള്ള കുട്ടികളെ LKG ചേർത്താലും വീണ്ടും സെക്കൻഡ് ഇയർ വരുമ്പോൾ വീണ്ടും ഒരു LKG തന്നെ ഇരുത്താറുണ്ട് അല്ലെ. അതുകൊണ്ട് ഒരു ഫിസിക്കൽ മെഷറിൽ നിന്ന് വരുന്നത് തന്നെയാണ് ഏജ് എന്ന് പറയുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിറ്റിക്കുള്ള ഒരു ഫിസിക്കൽ മെഷേഴ്സ്. പിന്നെ സ്റ്റാഫ് മീറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ്, ഇൻസ്പെക്ഷൻ ഓൾസോ ടീച്ചർ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടാവും. പാർട്ട് 4 നിങ്ങൾക്ക് ഇൻസ്പെക്ഷന് പഠിക്കാനുണ്ടായിരുന്നു. ഇൻസ്പെക്ഷൻ ഡൗട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോഴും കമ്മിറ്റഡ് ആയിട്ട് എടുത്ത ചാപ്റ്റേഴ്സ് ആണ്. ഒരു ഗുഡ് ഇൻസ്പെക്ടറുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്കറിയാം ഇൻസ്പെക്ഷൻ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ റീപ്ലേസ് ചെയ്തു, സൂപ്പർവിഷനുമായിട്ട് റീപ്ലേസ് ചെയ്തു. കാരണം ഇൻസ്പെക്ഷൻ ആളുകൾക്ക് ഒരു പേടിയുള്ള സംഭവമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇൻസ്പെക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് പിന്നെ ആ ഒരു സമയത്തുണ്ടായ കമ്മീഷൻ, അതൊക്കെ ഒന്ന് ഓർത്തിരിക്കട്ടെ. ആ ഇൻസ്പെക്ഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ ലാസ്റ്റ് പേജ് ഉണ്ടല്ലോ, അത് ഞാനാണ് നിങ്ങൾക്ക് എടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. ടീച്ചർ സൂചില്ലാതിരുന്ന സമയത്ത് ആ ഒരു ടൈമില് നമ്മളുടെ ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള കമ്മിറ്റി ഉണ്ടായിരുന്നു, ഇൻഡിപെൻഡൻസിന് ശേഷം വന്ന കമ്മിറ്റി ഉണ്ടായിരുന്നു. അതൊക്കെ ഏത് കമ്മിറ്റിയാണ്, അവരൊക്കെ എന്താണ് പോസ്റ്റ്ലേറ്റ് ചെയ്തത്, അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഹാർട്ടോ കമ്മിറ്റി 1929 നമ്മുടെ ഇൻഡിപെൻഡൻസിന് മുമ്പ് അവര് ഇങ്ങനെ, കാരണം നമുക്കറിയാം ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ അവർ സ്കൂൾസ് കുറെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ സ്കൂളിനെ മാനേജ് ചെയ്യാനായിട്ടാണ് അവർ ഇൻസ്പെക്ഷൻ അങ്ങനെ ഒരു സിസ്റ്റം വെച്ചത്.
അപ്പോൾ ഫസ്റ്റ് വന്ന് ഹാർട്ടോ കമ്മിറ്റി നോക്കണം, പിന്നെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, ദെൻ കോത്താരി കമ്മീഷൻ അല്ലേ, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് 1964 to 66. അപ്പൊ ആ കമ്മീഷൻസ് ഒക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ഓൾറെഡി പാർട്ട് 4 നിങ്ങളത് അതിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു അറിവ്. നെക്സ്റ്റ്, ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. അതൊരു മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് ആണ്. എങ്ങനെയാണ് എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ടീച്ചേഴ്സിനെ അപ്ഗ്രേഡ് ചെയ്യണം. അതായത് ടീച്ചേഴ്സ് നല്ല എഫിഷ്യന്റ് ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സ് ആയിട്ട് മാറണം. അങ്ങനെ എഫിഷ്യന്റ് ക്വാളിറ്റി ഉള്ള ടീച്ചേഴ്സ് ആയിട്ട് മാറണമെങ്കിൽ അവർക്ക് മെയിൻ ആയിട്ടും 4 കേപ്പബിലിറ്റി വേണം എന്നുള്ളത് നമുക്ക് ഉണ്ട്. അതൊരു പിക്ചറിലൂടെ കാണിച്ചിട്ടുണ്ട്. ഞാനിപ്പോ തുടങ്ങിയപ്പോ പെട്ടെന്ന് ആ ഒരു കാര്യം പറഞ്ഞേ ഉള്ളൂ. ജസ്റ്റ് അത് ഏത് പേജിലാന്ന് ഞാൻ പറഞ്ഞുതരാം. കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ക്വാളിറ്റി ഓഫ് ഫാക്കൾട്ടി എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ 115 and 116 ഒരു ഫ്ലോ ഡയഗ്രാം പോലെ കൊടുത്തിട്ടുണ്ട്. 4 കേപ്പബിലിറ്റീസ് ആണ് ഒരു ടീച്ചർ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ക്വാളിറ്റി ടീച്ചർക്ക് വേണ്ടുന്നത് നമ്മൾ പറഞ്ഞു. കമ്മിറ്റ്മെന്റ് ആൻഡ് മോട്ടിവേഷണൽ, അക്കാദമിക് കോമ്പീറ്റൻസ്, ടീച്ചിങ് സ്കിൽസ്, ഏത് ഫീൽഡിലാണോ ആ റെലവന്റ് ഫീൽഡിലുള്ള ടീച്ചിങ് സ്കിൽസ്, പിന്നെ സ്റ്റുഡൻസിന്റെ സൈക്കോളജി അറിഞ്ഞിരിക്കുക. അപ്പൊ 4 കേപ്പബിലിറ്റീസ് ആണ്. അപ്പൊ ബേസിക്കലി അത് 4 ഡയമെൻഷൻസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു ടീച്ചറുടെ ക്വാളിറ്റീസ് ബ്ലൂംസ് ടാക്സോണമി എന്ന് ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. അത് ആ ക്വാളിറ്റി വെച്ചിട്ട് ആ 4 ഡയമെൻഷനെ കുറച്ചുകൂടെ ഒന്ന് നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ് ബ്ലൂംസ് ടാക്സോണമി വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അതായത് നമുക്കിപ്പോ ഒരു ടീച്ചർക്ക് അക്കാദമിക് കോമ്പീറ്റൻസ് വേണമെന്ന് പറഞ്ഞാൽ ടീച്ചർക്ക് അറിവുണ്ടായിരിക്കണം, മനസ്സിലാക്കിയിട്ടുണ്ടാവണം കാര്യങ്ങൾ, സ്കിൽസ് ഉണ്ടായിരിക്കണം, അനാലിസിസ് ചെയ്യാൻ കഴിയണം, നല്ലപോലെ റിസർച്ച് ചെയ്യാനുള്ള കേപ്പബിലിറ്റി. അങ്ങനെ അതിന്റെ ഒരു സബ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ബ്ലൂംസ് ടാക്സോണമിയിൽ പറയുന്നത്. അപ്പൊ 4 ഡയമെൻഷൻ അല്ലെങ്കിൽ 4 കേപ്പബിലിറ്റീസ് ആണ് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ടീച്ചർക്ക് വേണ്ടത്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു ടീച്ചർക്ക് വേണ്ടുന്ന ക്വാളിറ്റി ഏതാണ് എന്ന് ചോദിക്കാം. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ടാകും അക്കാദമിക് കോമ്പീറ്റൻസ്, ടീച്ചിങ് സ്കിൽസ്, കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ മോട്ടിവേഷൻ, അങ്ങനെ എന്തെങ്കിലും ഈ ഒരു ആൻസർ എല്ലാം കൂടെ വരുന്ന രീതിയിലോ ഏതെങ്കിലും വരുന്ന രീതിയിലോ തരാം. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തോളൂ. പിന്നെ ഒരു എഡ്യൂക്കേഷന്റെ ഒബ്ജക്റ്റീവ്, എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിറ്റിയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 3 ആയിട്ട്. സോഷ്യൽ എക്സലൻസ്, പേജ് നമ്പർ 110, സോഷ്യൽ എക്സലൻസ്, നാഷണൽ എക്സലൻസ്, അക്കാദമിക് എക്സലൻസ്. അതുകൊണ്ടാണ് നമ്മുടെ സ്കൂളുകളിൽ നിന്നും പഠിച്ചു വരുന്ന ഓരോ കുട്ടിക്കും ആ ഫ്ലാഗിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നത്, ഓരോ ഫെസ്റ്റിവൽസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നത്, ഓരോരുത്തരുടെ ബിലീഫിനെ റെസ്പെക്ട് ചെയ്യുന്നത്, ഓരോ കൾച്ചറിൽ വരുന്ന അവര് ചെറുപ്പം തുടങ്ങി അതിങ്ങനെ കണ്ട് മനസ്സിലാക്കി വലുതാകുമ്പോൾ ഓരോ കൾച്ചർ, ഓരോ ബിലീഫ് അങ്ങനെയുള്ള ആളുകളെയൊക്കെ അവര് റെസ്പെക്ട് ചെയ്ത് ആരെയും വേർതിരിച്ച് കുട്ടികൾ കാണാത്തത്. അതൊക്കെയാണ് അപ്പോൾ ഒരു എഡ്യൂക്കേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോഷ്യൽ എക്സലൻസ്, നാഷണൽ എക്സലൻസ്, അക്കാദമിക് എക്സലൻസ്. പിന്നെയുള്ളത് പിന്നെ ഞാൻ ചോദിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു ടീച്ചറുടെ ഇതിന് 4 വ്യക്തിനോ അത്രയും കണ്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ എക്സാം, നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുമല്ലോ. അപ്പൊ എക്സാമിനേഷന്റെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു മെയിൻ ആസ്പെക്ട്സ് ഏതൊക്കെയാണ്, എക്സാമിനേഷൻ നടത്തുമ്പോൾ അതിന്റെ മെയിൻ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, ആ കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മളൊരു സ്കൂളിലെ ഒരു കുട്ടിയെ ചേർക്കുമ്പോൾ നമുക്ക് ഇൻപുട്സും ഉണ്ട് ഔട്ട്പുട്സും ഉണ്ട് അല്ലെ. ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താ, ആദ്യം നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ ആ കുട്ടിക്ക് ഫീസ് അടയ്ക്കുന്നതായിരിക്കാം. ഫിനാൻഷ്യൽ മെഷേഴ്സ് ആണ് ഇൻപുട്സ് ആയിട്ട് വരുന്നത്. നമ്മൾക്ക് വരുന്ന ഔട്ട്കം അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്താണ്, കുട്ടിക്ക് നോളജ് ഉണ്ടാകുന്നു, കുട്ടിയുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു, അതൊക്കെയാണ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. എഡ്യൂക്കേഷണൽ ഇൻപുട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ മെഷേഴ്സ് ആണ്. അല്ലാതെ ചേർക്കുമ്പോൾ തന്നെ ലെവൽ ഓഫ് നോളജ് കൂടുന്നു അല്ലെങ്കിൽ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യുന്നു ഒന്നുമല്ല. ആ എഡ്യൂക്കേഷൻ എന്നുള്ള പ്രോസസ്സിലൂടെ, ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ പിന്നീട് ഉണ്ടാകുന്ന എഡ്യൂക്കേഷണൽ ഔട്ട്പുട്ട് ആണ് അതെല്ലാം.
അതൊന്ന് മനസ്സിലാക്കി വെക്കും. നമ്മൾ കുട്ടിയെ ഒരിടത്ത് ചേർക്കുന്നു, ഒരു കോഴ്സിന് ചേർക്കുന്നു, നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ഇൻപുട്ട് ഫീസ് തന്നെയാണ്. ഫിനാൻഷ്യൽ മെഷേഴ്സ്. ഔട്ട്പുട്ട് ആണ് കുട്ടിക്ക് നോളജ് ഉണ്ടാകുന്നു, കുട്ടിയുടെ സ്കിൽ ഇംപ്രൂവ് ആകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വാല്യൂസ്, കുട്ടിക്ക് മോറൽ വാല്യൂസ് കിട്ടുന്നു, കരിയർ ഗ്രോത്ത് കിട്ടുന്നു, ഇതെല്ലാം ഔട്ട്പുട്ട്സ് ആണ്. അതൊന്ന് ഓർത്തു വെക്കാം. പിന്നെ മോഡേൺ സൂപ്പർവിഷൻ. നമുക്ക് സൂപ്പർവിഷൻ എന്നുള്ളത് നമുക്കറിയാം, നമ്മൾ പറഞ്ഞു സൂപ്പർവിഷൻ ആദ്യകാലങ്ങളിൽ ഒരു ഓട്ടോക്രാറ്റിക്, ഒരു ഏകാധിപത്യം പോലെയായിരുന്നു. പിന്നീട് അത് ഡെമോക്രസി രീതിയിലേക്ക് മാറി, അല്ലെ? അപ്പൊ മോഡേൺ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമോക്രസി എന്നുള്ളൊരു ഫിലോസഫിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പിന്റെ ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ്, അതിന്റെ ഒരു സൈക്കോളജിയും കൂടിയാണ്. മാനസികപരമായ ഒരു ഗ്രൂപ്പിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, അതും കൂടിയാണ്. പിന്നെ ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ഇതെല്ലാമാണ് മോഡേൺ സൂപ്പർവിഷൻ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ സൂപ്പർവിഷൻ ശരിക്കും ടീച്ചേഴ്സിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അവർ ബെറ്റർ ടീച്ചർ ആകാൻ ഹെൽപ്പ് ചെയ്യുന്നു, അവരിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നു സൂപ്പർവിഷൻ. ഇത്രയുമൊക്കെയാണ് നമുക്ക് എക്സാമിന്റെ കാര്യങ്ങളായിട്ട് വരുന്നത്. പിന്നെ അഡ്മിനിസ്ട്രേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ, അഡ്മിനിസ്ട്രേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു അഡ്മിനിസ്ട്രേറ്റർ ശരിക്കും ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആകെ മുഴുവനായിട്ടുള്ള കാര്യങ്ങളും ചെയ്യും. അതുപോലെ തന്നെ സിംഗിൾ യൂണിറ്റ് ആയിട്ട് എടുക്കുമ്പോൾ ഒരു ക്ലാസ് റൂമിന്റെ ലെവലിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റർ കാര്യം ചെയ്യൂലേ. നമുക്കിപ്പോ 20 ബാച്ച് ഉണ്ട് ഇപ്പോൾ MD. 20 ബാച്ചിന്റെയും മുഴുവൻ കാര്യങ്ങളും പ്രസിദ്ധം ചെയ്യും. ഒറ്റ ബാച്ച്, ഇപ്പൊ 10 ആണെങ്കിൽ 10, 11 ആണെങ്കിൽ ഒറ്റ ബാച്ചിലേക്കുള്ള കാര്യങ്ങളും മാനേജ് ചെയ്യും. ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഫംഗ്ഷൻ ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിൽ നടക്കും, ക്ലാസ് റൂം ലെവലിൽ നടക്കും. അതും ഒന്ന് ഓർത്തിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് സബ്ജക്റ്റിൽ നിന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുന്നത്. രണ്ടാമത്തെ സബ്ജക്റ്റ് ഈവൻ ചുമ്മാ ക്ലാസ് വെറുതെ നിങ്ങൾ ഹാഫ് മൈൻഡിൽ കേട്ടാൽ പോലും നിങ്ങൾക്ക് എക്സാമിന് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. അങ്ങനത്തെ ഒരു പോർഷനാണ് രണ്ടാമത്തെ. അതായത് ഒരു സ്കൂളിലെ സൊസൈറ്റിയുമായിട്ടുള്ള കണക്ഷൻ, പാരന്റ്സുമായിട്ടുള്ള കണക്ഷൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുന്നതാണ്. ഒരു പാർട്ട്ണർഷിപ്പ് പോലെ പോകുന്നതാണ് ശരിക്കും സ്കൂൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊരു സ്കൂൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അതിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു പോകുന്നു. ഈവൻ നമ്മൾ പഠിക്കുന്നില്ലെങ്കിലും കുട്ടികൾ പഠിക്കുന്നില്ലെങ്കിലും നമുക്കറിയാം. ഈ കുട്ടികൾ പഠിക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ അതുമായിട്ട് ഒരു കണക്ഷൻ, ഒരു റിലേഷനിൽ വരുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ പിന്നെ അറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് മോണ്ടിസോറി പഠിച്ചപ്പോ ഒരു കുട്ടിയുടെ വളർച്ച 3 തലങ്ങളിലൂടെ കടന്നു പോകുന്നു, അല്ലെ? എൻവിയോൺമെന്റ്, 3 എൻവിയോൺമെന്റ് ആണ്: സ്കൂള്, ഫാമിലി, സൊസൈറ്റി. അതിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഫാമിലി തന്നെയാണ്. അതായിരുന്നു ഫസ്റ്റ് യൂണിറ്റിൽ നിങ്ങൾ കാണുന്നത് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ്. ഒരിക്കലും ടീച്ചർക്ക് ഒറ്റയ്ക്ക് ഒരു കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല. ഫാമിലിക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം. ഫാമിലിയുടെ റോള്, അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ തന്നെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അതായിട്ടാണ് എനിക്ക് തോന്നുന്നത് 5. ഇത് നിങ്ങളൊന്ന് വായിക്കില്ലേ? എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപർണ മിസ്സിനോട് പറയാം, നിങ്ങൾക്കൊരു സെഷൻ വെച്ച് തരും. അവര് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് എക്സാമിന് വേണ്ടിയിട്ടാവുമ്പോൾ. ഓക്കെ ആണോ? ഓക്കെ ആണ് മിസ്സേ, താങ്ക് യു. അത് സമയം കളയണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങ് വേഗം വൈൻഡപ്പ് ചെയ്യുന്നത്. കാരണം അശ്മിയൊക്കെ നല്ല ഹെൽപ്പായത്. എന്തോ നല്ല ഹെൽപ്പായി. ഞാന് സർജറിയും കാര്യങ്ങളൊക്കെ മോണ്ടായ കാരണം കൊണ്ട് ക്ലാസ്സുകളൊന്നും കിട്ടത്തില്ല. ഇനി പേടിക്കരുന്ന സാർ. ഫസ്റ്റ് സബ്ജക്റ്റിന് 20 ക്വസ്റ്റ്യൻ ആണ് എന്റെ, ബാക്കി 30 ആണ് ബാക്കി ടീച്ചേഴ്സിന്റെ. നിങ്ങൾ മോക്ക് ടെസ്റ്റും പിന്നെ പ്രീവിയസ് ഏതൊക്കെയോ ബാച്ചിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടല്ലേ? ഉണ്ടോ? ഇല്ല, ഞങ്ങള് ഒരു ഫ്രണ്ട് വഴി കണ്ടിരുന്നു. അതും 4th 5ന്റെ ഒക്കെ ബാച്ചിന്റെ, അത് കുറെ മുന്നത്തെയാണ്. എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടില്ലേ? ആ, എനിക്ക് കിട്ടാത്തവർക്ക് 5 ബാച്ചിന് കിട്ടിയിട്ടുണ്ടോ? 10ന് കിട്ടിയിട്ടില്ല. ഒന്ന് ഷെയർ ചെയ്തു ആർക്കെങ്കിലും. അല്ലെങ്കിൽ ഞാനൊന്ന് നാളെ എന്നെ ഒന്ന് ഓർപ്പിച്ചാൽ മതി. യാത്രയിലായിരിക്കും. എന്നാലും ഒന്ന് എനിക്കൊരു മെസ്സേജ് എന്നിട്ട് എന്നെ ഒന്ന്, ഞാൻ കണ്ടില്ലെങ്കിൽ ഒന്ന് റിമൈൻഡ് ചെയ്യിച്ച് ഞാൻ ഓഫീസിൽ പറയാം. ഏതെങ്കിലും 2 ബാച്ചിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഒന്ന് പ്രൊവൈഡ് ചെയ്യൂ.
ഓക്കെ മിസ്. അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്, കാണാം. ഇനിയിപ്പോ കോൺവെക്കേഷന് കുറെ പേര് വരുന്നുണ്ടല്ലോ. ഈ സമയം Okay, കൊണ്ട് miss. പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഷെഡ്യൂൾ ചെയ്ത് വരാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഞാൻ നിങ്ങളെ രണ്ട് ബാച്ചിനെയും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു പ്രോഗ്രാം ഒക്കെ നിങ്ങളൊരു കോപ്പറേഷൻ ആ ഒരു മനോഭാവത്തോടു കൂടി ചെയ്യും തോന്നുന്നു. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു.